ദിശയിലെ മറ്റൊരു സെമിനാറിലേക്ക് നമ്മൾ നീങ്ങുവാണ്. സൈബർ വേൾഡ്, സൈബർ യുഗം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്കൽറ്റീസ് നമുക്ക് ഒരുപാട് ഇൻപുട്സ് തരാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. എസ്പെഷ്യലി നമ്മുടെ ജോയിൻറ്റ് ഡയറക്ടർ ആയിരുന്ന പ്രകാശ് മാഷി ഇപ്പോൾ PSC മെമ്പറാണ്. സാർ അക്കാഡമിക് ലെവലിൽ നമുക്ക് വേണ്ട സൈബർ മേഖലയിലെ സാധ്യതകളും അതിനെയൊക്കെ അക്കാഡമിക് ലെവലിലോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിനുള്ളൊരു സെഷനായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. മറ്റൊന്ന് ഡോക്ടർ വിനോദ് പി ഭട്ടാതിരി സാറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നമുക്ക് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സൈബർ മെത്തഡോളജികൾ വളരെ സിമ്പിളായി കുറച്ച് മുമ്പ് ഞങ്ങൾ അധ്യാപകരുമായിട്ട് സാറിങ്ങനെ സംസാരിക്കുന്നത് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. ശരിക്കും ഈ ജനറേഷൻ്റെ ഗ്യാപ്പ് അതൊന്നും ഗ്യാപ്പ് അല്ല. അവിടെയോ നമ്മുടെ ചിന്തകളിലുള്ള സിസ്റ്റങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിക്കേണ്ട ചില സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ സാറ് സരളമായിട്ട് പറയുന്നത് കേട്ടു. സോ ലെറ്റ്സ് മൂവ് ടു ടോക്ക് വിത്ത് ഹിം റിലേറ്റഡ് ടു ദ ടോപ്പിക് ദ സൈബർ വേൾഡ്. തൂണലും തുരുമ്പലും എല്ലാം നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സൈബർ യുഗത്തിലുള്ള ട്രാപ്പുകളും ഇവിടെ ഉള്ള കരിയർ പോസിബിലിറ്റീസും നമുക്ക് കേൾക്കാം. സാറ് നമുക്കതിന് വേണ്ടിയിട്ട് തുടങ്ങാം. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക് വേൾഡിലെ പുതിയ കരിയർ സാധ്യതകളെല്ലാം ഈ ഒരു ഡിസ്കഷനിൽ വരും. സർ ഡോക്ടർ വിനോദ് പി ഭട്ടതിരി സാർ ആദ്യമായിട്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി. ഒരു എത്ര ആൾ ഇരിക്കുന്നുണ്ടാവും? ഇപ്പോൾ ഒരു 10, 200, 300, 400, 350 ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരു 10-12 ആൾക്കാർ മാത്രമാണ് കൈ പൊക്കിയത് മൊബൈൽ ഫോൺ സൈലൻറ്റ് മോഡിലാണെന്ന്. ഈ 350 ആളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഈ 10-15 ആൾക്കാർക്ക് ഒരു അവാർഡ് ഇപ്പോൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അറ്റ്ലീസ്റ്റ് മൊബൈൽ ഫോൺ സൈലൻറ്റ് മോഡിൽ ഇട്ടിട്ടേ ഒരു വെന്യൂവിലേക്ക് കയറി വരാൻ പാടുള്ളൂ എന്ന കൾച്ചർ ബ്ലഡിൽ കയറിയിട്ടുള്ള ഒരു 10-15 ആൾ 350 ആളുകളിൽ അപ്പോൾ അവർക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കും. അതാണ് ആദ്യത്തെ കൾച്ചർ. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എവിടെ പോയാലും ഞാൻ ഒരു ഇന്ത്യനായിട്ട് തന്നെ ജീവിക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ള ആളുമാണ്. ഒരുപാട് സാഹിബ്മാരുടെയും മദാമ്മമാരുടെയും ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടാവും. രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്യേണ്ടി വരും. വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരേത് മൊബൈലാണ് യൂസ് ചെയ്യണമെന്ന് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതെന്താ കാരണം? ഇപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഈ മൊബൈൽ എങ്ങനെയാണ് എൻ്റെ ഇടവും വലവും ഇരിക്കുന്നവരുടെ മൊബൈൽ എനിക്ക് കാണാം. അവരേത് മൊബൈലാണ് യൂസ് ചെയ്യണമെങ്കിൽ കാണാം. ഒരൊറ്റ നോട്ടത്തിൽ അത് ആൻഡ്രോയിഡാണ്, അത് ഇന്നതാണ്, അതും ആൻഡ്രോയിഡാണ് ഇന്നതാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അവിടെ പോയാൽ ഒരു സാഹിബിൻ്റെയോ മദാമയുടെയോ അത് മനസ്സിലാവുകയില്ല. കാരണം അവരത് മൊബൈൽ പുറത്തേക്ക് എടുത്താലല്ലേ എനിക്ക് കാണുള്ളൂ. രാവിലെ തൊട്ട് രാത്രി വരെ ഒന്നിച്ച് വർക്ക് ചെയ്താലും അവർ മൊബൈൽ പുറത്തേക്ക് എടുക്കില്ല. അപ്പോൾ അവർക്ക് കോൾ വരുന്നില്ലേ, SMS വരുന്നില്ലേ, വാട്സാപ്പിൽ മെസ്സേജ് വരുന്നില്ലേ, ഫേസ്ബുക്കിൽ മെസ്സേജ് വരുന്നില്ലേ, നോക്കണ്ടേ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്കിതൊക്കെ ഉണ്ട്, അവരിതൊക്കെ ആക്റ്റീവാണ്. പക്ഷേ പകലൊന്നും നോക്കില്ല, ഓഫീസ് ടൈമിൽ നോക്കില്ല. ഒരു കോൾ വന്നാൽ എടുക്കണ പ്രശ്നമില്ല, നോക്കൂല. ഇനി അഥവാ അവർക്ക് മൊബൈൽ നോക്കണം എന്നുണ്ടെങ്കിൽ അവർ ആ ബാഗിലായിരിക്കും മൊബൈൽ കിടക്കുന്നുണ്ടാവുക. അതെടുത്ത് പുറത്ത് പോയി ഒരു മരത്തിൻ്റെ ചോട്ട് പോയി ആർക്കും ശല്യമില്ലാത്തൊരു സ്ഥലത്ത് അത് വിളിച്ചിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് വേഗം വെച്ച് തിരിച്ചു വരും. ഒരു ശല്യമില്ല എന്ന് ഉറപ്പിക്കും. ചുറ്റും നോക്കിയിട്ട് ആർക്കും തൻ്റെ മൊബൈൽ കോൾ ശല്യമായിട്ടില്ല എന്ന് ഉറപ്പിക്കും. കുറേ അകലെ പോയിട്ട്. ഈ ഒരു കൾച്ചർ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇപ്പം ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇരിക്കുകയാണെങ്കിൽ നാസറിൻ്റെ ഭാര്യ ചിലപ്പോൾ നാസറിനെ വിളിച്ചു എന്ന് വരും. ആദ്യത്തെ തവണ വിളിക്കും, മിസ്ഡ് കോൾ ആയി എന്ന് വരും. രണ്ടാമത്തെ തവണ വിളിക്കും, മിസ്ഡ് കോൾ ആയി എന്ന് വരും. മൂന്നാമത്തെ തവണ വിളിച്ചിട്ട് നിങ്ങൾ എന്താ എടുക്കാത്തേ ചോദിക്കും. ഞാൻ ഇവിടെ ദിശയുടെ പ്രോഗ്രാമാണ്, ഇതാണ്, എന്നാലും ഞാൻ വിളിച്ചെടുക്കട്ടെ. ഇതല്ലേ ഇതാ എല്ലാ സ്ഥലത്തെയും സ്ഥിതിയാണ്. ഒരു നിയമമില്ല മൊബൈൽ ഫോണിൽ. ഞാൻ നിങ്ങളെ വിളിച്ച സമയത്ത് നിങ്ങളത് അറ്റൻഡ് ചെയ്തോളണം എന്ന് ഒരു നിയമമില്ല. ആരാ നിയമം കൊണ്ടുവന്നത്? ഇനി അടുത്ത ചോദ്യം, ഇതിലെത്ര പേര് ഡേറ്റ ഓണാണെന്ന് നോക്കൂ.
നിങ്ങളുടെ മൊബൈലിൽ ഡേറ്റ ഓൺ ആയിട്ടുള്ള എത്ര പേരുണ്ടെന്ന്? ആ, ഇത്രയും പേരുണ്ട് അറ്റ്ലീസ്റ്റ്. ബാക്കി കുറേ പേരുണ്ട്, അവർ ഡേറ്റ ഓണാണ്, പക്ഷേ കൈ പൊക്കാൻ മടിച്ചിട്ട് ഇനി എന്തെങ്കിലും കുഴപ്പമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പൊക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്ന് അവരുടെ മുഖം കണ്ടാൽ അറിയാം. കാരണം ഞാൻ ക്രൈമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. മുഖം മാറണ കണ്ടാൽ ആ ക്രിമിനൽ മുഖങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഡേറ്റ ഓൺ ചെയ്ത് വെക്കണതിൻ്റെ കാര്യം എന്താ? വാട്സാപ്പിൽ കോൾ വന്നാൽ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ലാണ്ട് വെറുതെ നമ്മൾ ഡേറ്റ ഒന്നും ഓൺ ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. വാട്സാപ്പിൽ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ അപ്പം അറിയണ്ടേ? എന്നാര് പറഞ്ഞു? ഈ ഡേറ്റ ഓൺ ചെയ്ത് വെച്ച ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മളുടെ ഫോണിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റിലേക്ക് ഒരു കണക്ഷൻ വിത്തൗട്ട് എനി പാസ്വേഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കണക്കിൽ എങ്ങനെയാണ്? ഡേറ്റ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിളിക്കാം നിങ്ങളെ എന്നേ നിങ്ങൾ വിചാരിക്കുള്ളൂ. പക്ഷേ ഒരു ഹാക്കറെ സംബന്ധിച്ച് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഹാക്കർക്ക് ഇതൊരു നല്ല വഴിയാണ്. അതായത് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടിട്ട് നിങ്ങൾ ബാക്കിൽ പോയി ഇരിക്കണ പോലെ തന്നെ കള്ളന്മാർക്ക് നേരെ ഫ്രണ്ട് ഡോർ കൂടെ അകത്തേക്ക് കയറി വരാം. അവർ കയറി വന്നു, സാധനം എടുത്തുകൊണ്ട് പോയി, ഉറക്കം നിലവിളിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ ചോദിക്കും, നിങ്ങൾ വാതിൽ അടച്ചിട്ടില്ലേ, വാതിൽ കുറ്റിയിട്ടിരുന്നില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ കുറ്റിയിട്ടിരുന്നില്ല, കുറ്റിയിടാതെ തുറന്നിട്ടിട്ട് ഞാൻ ബാക്കിൽ വന്നിരുന്നു. അതൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ കള്ളം കയറി. അല്ലെങ്കിൽ ഈ കള്ളം കയറൽ പോട്ടെ, ഒരു പാമ്പാണ് അതിക്ക് കയറിയതെങ്കിലോ? ഈ പാമ്പ് എങ്ങനെ കയറി? അത് ഞാൻ വാതിൽ തുറന്നിട്ട് പോയി. അതന്നെയാണ് പ്രശ്നം. ആ വാതിൽ അടച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഇതേപോലെ തന്നെയാണ് ഹാക്കേഴ്സ് കയറി വരിക. നിങ്ങൾ അങ്ങോട്ട് തുറന്നിടുന്ന വാതിൽ ഏതൊക്കെയാണ്? ഡേറ്റ, വൈഫൈ, ബ്ലൂടൂത്ത്, നിയർ ബൈ ഡിവൈസസ്. ഇങ്ങനെ ഒരു 4 ഓപ്ഷൻസ് അല്ലേ നിങ്ങളുടെ മൊബൈലിൽ? ഈ 4 നിങ്ങൾ തുറന്നിട്ടാൽ അവിടുന്ന് ഹാക്കർമാർ അകത്തേക്കും കയറും. നിങ്ങൾക്ക് കോള് റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാനോ ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ഓപ്പൺ ചെയ്തിരുന്നത്. നിങ്ങൾ അങ്ങോട്ടിട്ട പാലത്ത് കൂടെ അവരിങ്ങോട്ട് കയറും ഹാക്കർമാർ. ആ ഹാക്കർമാർ ഇങ്ങോട്ട് കയറിയിട്ട് നിങ്ങളുടെ പല ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് പോകും. അയ്യോ അതൊക്കെ എടുത്തുകൊണ്ട് പോയേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കരഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ തുറന്നിട്ട് കൊടുത്തിട്ടല്ലേ. അതുകൊണ്ട് ആദ്യമായിട്ട് ആ ഡേറ്റ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യാം, ഡേറ്റ ഓൺ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ വാട്സാപ്പ് മെസ്സേജസൊക്കെ ഒന്നിച്ചിങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മറുപടി അയക്കാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറുപടി അയക്കാം. കഴിഞ്ഞാൽ ഉടൻ ഓഫ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡേറ്റ. പിന്നെ വാട്സാപ്പ് കോള് വന്നെങ്കിലല്ലേ, വന്നാൽ ആ ലിസ്റ്റിൽ അവിടെ കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ആ വാട്സാപ്പ് മിസ്ഡ് കോള് കാണും. തിരിച്ച് വിളിച്ചാൽ മതി. ഞാൻ ഇത്ര മണിക്ക് തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി അയക്കുക. ആ സമയമായാൽ തിരിച്ച് വിളിക്കുകയും ചെയ്യുക. അത്രയേ ആവശ്യമുള്ളൂ. ഇതേപോലെ തന്നെ തിരക്കുള്ള ഒരാളാണ് ഞാനും തന്നെ ചെയ്യാറുള്ളൂ. എൻ്റെ ഡേറ്റ ഓഫായിരിക്കും, എപ്പോഴും ഓഫായിരിക്കും. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഓൺ ചെയ്യും, അപ്പം മറുപടി അയക്കും. അത് കഴിഞ്ഞാൽ 5 മിനിറ്റോ 10 മിനിറ്റോ അത് വർക്ക് ചെയ്യണ സമയത്ത് അത് ഓൺ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. വൈഫൈ ആയാലും അത്രയേ ഉള്ളൂ, ബ്ലൂടൂത്ത് ആയാലും അത്രയേ ഉള്ളൂ, നിയർ ബൈ ഡിവൈസസ് ആയാലും അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ സെറ്റിങ്സിൽ പെർമിഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് അറിയുന്ന എത്ര പേരുണ്ട്? ഓക്കെ, നിങ്ങളെല്ലാവരും അടുത്തിരിക്കുന്ന അറിയാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ആ പെർമിഷൻ മാനേജർ ഓപ്പൺ ചെയ്യാമെന്നൊന്ന് കാണിച്ചു കൊടുക്കൂ. നിങ്ങളും ഓപ്പൺ ചെയ്യൂ. നിങ്ങളും ഓപ്പൺ ചെയ്യണം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ സഹായിക്കും വേണം. ഇത്രയും ആൾക്കാർക്ക് പെർമിഷൻ മാനേജർ അറിയാമല്ലോ. ഒരു 350 ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 250 ആളെന്ന് കൈപൊക്കി പെർമിഷൻ മാനേജർ അറിയാമെന്ന്.
ആ കൈ പൊക്കിയതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഇനി അറിയാതിരിക്കണേ ഉള്ളൂ. പെർമിഷൻ മാനേജർ എടുത്തോ. അതിൽ ആദ്യം ആ ലിസ്റ്റിൽ ആദ്യം കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്നത് എന്താ? ആ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ കാണുന്നത് എന്താ? ബാക്കിലുള്ളവർ ഒരു മൈക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ മൈക്ക് എടുത്തിട്ട് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് മൂവ് ചെയ്താൽ മതി. ഇന്ന് എനിക്ക് അവരുടെ മറുപടി കേൾക്കാം. പറ്റുമെങ്കിൽ ഒരു മൈക്കും കൂടിയും കൊടുക്കും. ഒന്ന് രണ്ട് സൈഡും നിങ്ങൾ ഓക്കെ. ആ ലിസ്റ്റിൽ ആദ്യം കാണുന്നത് എന്താ? ആൻസർ പറയാൻ താല്പര്യമുള്ള ഒരു കൈ പൊക്കൂ. ആ ലിസ്റ്റിൽ ആദ്യം യെസ് യു ആർ റൈറ്റ്. ബാക്കിലുള്ളവർ എടുത്തുല്ലോ അല്ലേ? ആ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ ബോഡി സെൻസർ എന്ന് കണ്ടില്ലേ? അതിൻ്റെ താഴെ അടുത്ത ഓപ്ഷൻ എന്താ? എന്ത്? അല്ല അത് കഴിഞ്ഞാലത്തെ ക്യാമറ എന്നാണോ? ബോഡി കാലണ്ടർ കഴിഞ്ഞാൽ കോൾ ലോഗ് കഴിഞ്ഞാൽ ക്യാമറ. ഈ ക്യാമറയുടെ അടിയിൽ എന്താ എഴുതിയിട്ടുള്ളത്? അത് വായിക്കൂ, ആ സെൻറ്റൻസ് വായിക്കൂ. എനിക്ക് ആ നമ്പർ 13/35 അല്ലേ? വേറൊരാളൊന്ന് പറയും എന്താ ഉത്തരം? 15/65. ഇനി ഒരു ഉത്തരം പറയും. 10/29 അല്ലേ? ഇത് ഇപ്പം ഈ ലേഡിയുടെ എടുക്കാം. ഈ ലേഡിയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. 13/35 ആപ്സ്. 35 ആപ്പുകൾ ആ മൊബൈലിലുണ്ട്. അതിൽ 13 എണ്ണത്തിന് ആ ലേഡി ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 13 ആപ്പുകളാണ്. ഈ ആപ്പുകൾ ലോകത്തിൻ്റെ എവിടേക്കോ ഉള്ള ആപ്പുകളാണ്. അതിൻ്റെ കൺട്രോൾ സെൻറ്റേഴ്സ് ലോകത്തിൻ്റെ എവിടേക്കോ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ കൺട്രോൾ സെൻറ്റേഴ്സ് ലോകത്തിൽ എവിടേക്കോ ആണ്. ആ കൺട്രോൾ സെൻറ്റേഴ്സിലൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും IT എക്സ്പേർട്സും ഇരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ഇരുന്നിട്ട് ഈ ലേഡിയുടെ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്യാനും ഈ ലേഡി ഡ്രസ്സ് മാറ്റണത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാനും ഉള്ള പെർമിഷൻ ഈ ലേഡി തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിൻ്റെ സീരിയസ്നെസ് ആലോചിച്ച് നോക്കൂ. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞുതരാം. അവിടെ എല്ലാം ഈ 13 എണ്ണം വൈൽ യൂസിങ് ദ ആപ്പാണോ? അതിൽ ക്ലിക്ക് ചെയ്യൂ. ആ ക്യാമറയിൽ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെയാണ് ഈ 13 ആപ്പ് എന്നുള്ളത് കിട്ടി. അതിൽ ഓരോ ആദ്യത്തെ ആപ്പ് ഏതാ? ക്യാമറ ആപ്പ്. ക്യാമറ ആപ്പിന് കൊടുക്കാം. ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കാം. ബാക്കിയോ? ഗൂഗിൾ മീറ്റ് വൈൽ യൂസിങ് ദ ആപ്പ് അല്ലേ? ഓക്കെ. ആ കുട്ടി ഈ ലേഡി അത് സ്വയം സമാധാനിപ്പിക്കുകയാണ്. എപ്പോഴും ഞാൻ തുറന്നിട്ടിട്ടില്ല, വൈൽ യൂസിങ് ദ ആപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഈ ഏതൊക്കെ ആപ്പുകളാണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്? ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഒരു ആപ്പും യൂസ് ചെയ്യുന്നില്ലല്ലോ. സെറ്റിങ്സ് ആപ്പ് മാത്രമല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ കണക്കിൽ. ആ താഴെ ഒരു റൗണ്ട് കാണുന്നുണ്ട്. ഏറ്റവും താഴെ നടുക്കിലായിട്ട് ഒരു റൗണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എവിടെ എത്തും? ഹോം സ്ക്രീനിലെത്തും. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ലൈൻ കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് വരും?
കുറേ ആപ്പിൻ്റെ ലിസ്റ്റ് വരും. ഒന്ന് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യൂ. അതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പാണ്. നിങ്ങളുടെ കണക്കിൽ ഒരു ആപ്പും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത്രയും ആപ്പുകൾ ഇപ്പോൾ വൈലിൻ യൂസാണ്. അതിൽ ഗൂഗിൾ മീറ്റ് ഉണ്ടോ നോക്കൂ. അതിൽ ഗൂഗിൾ മീറ്റ് ഉണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ മൊബൈൽ കൊണ്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ പോയി നിങ്ങൾ ഡ്രസ്സ് മാറ്റുമ്പോഴും ആ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആയിരുന്നു. ആ ഗൂഗിൾ മീറ്റ് വഴിക്ക് ഹാക്കർക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാമായിരുന്നു. ഡേഞ്ചറസ് തിങ് ആലോചിച്ച് നോക്കൂ. IT-യിൽ എന്തൊക്കെ വിവരം ഉണ്ടെങ്കിലും സൈബർ സെക്യൂരിറ്റി അവെയർനെസ് ഇല്ലെങ്കിലത്തെ കുഴപ്പമൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഈ വൈൽ യൂസിങ് ദ ആപ്പ് ആണ് എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കേണ്ട കാര്യമില്ല. ഡോണ്ട് അലോ. എന്തിനാണ് നിങ്ങളുടെ ക്യാമറയുടെ മുകളിൽ ഒരു ആപ്പിന് പെർമിഷൻ കൊടുക്കുന്നത്? ആസ്ക് എവറി ടൈം എന്നുള്ള ഓപ്ഷൻ കൊടുത്തോണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇല്ലേ, അത് കൊടുത്താൽ മതിയായിരുന്നില്ലേ? അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. അപ്പോൾ അല്ല, ഈ ഡോണ്ട് അലവും ആസ്ക് എവറി ടൈമും രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ഡോണ്ട് അലോ കൊടുക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ക്യാമറയ്ക്ക് ഒരു എക്സാമ്പിൾ, വാട്സാപ്പിന് ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കണോ വേണ്ടേ? പലപ്പോഴും വാട്സാപ്പ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും, വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ ക്യാമറയുടെ മുകളിൽ പെർമിഷൻ വേണം. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഡെയിലി വാട്സാപ്പ് യൂസ് ചെയ്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ? 1-2 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ആവും വാട്സാപ്പ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. ആയിക്കോട്ടെ, 1-2 ഇനി ഒരു ദിവസത്തിൽ ഒരു തവണ ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മാത്രം ഒന്ന് പെർമിഷൻ യെസ് അങ്ങോട്ട് കൊടുക്കുക. ആസ്ക് എവറി ടൈം എന്ന് പറഞ്ഞാൽ ഇത് പെർമിഷൻ ചോദിക്കും നമ്മളോട്. ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ പെർമിഷൻ ഇല്ല, യെസ് കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോ എടുക്കുക, ആ ആപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പെർമിഷൻ ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പം 24 മണിക്കൂറിൽ ഈ ഫോട്ടോ എടുക്കേണ്ട 1 മിനിറ്റ് നേരം മാത്രം പെർമിഷൻ ഉണ്ടാവും. ബാക്കി 23 മിനിറ്റ് 59 മിനിറ്റ് നമ്മൾ സേഫാണ്. 23 മണിക്കൂർ 59 മിനിറ്റ് നമ്മൾ സേഫാണ്. അത്രയെങ്കിലും നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ? അപ്പോൾ ഈ ക്യാമറ പെർമിഷൻ, ക്യാമറയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റ്, ആപ്പിൻ്റെ ലിസ്റ്റ് വരും. ഓരോ ആപ്പിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ ആപ്പ് ഫസ്റ്റ് ആപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡോണ്ട് അലോ അല്ലെങ്കിൽ ആസ്ക് എവറി ടൈം, ഇത് രണ്ടും കൊടുക്കുക. ക്ലിയർ ആയോ? ഞാൻ പറയണത് ക്ലിയർ ആണോ? ആണല്ലോ അല്ലേ? രണ്ടാമത്തെ ആപ്പ് എടുക്കൂ. ആദ്യത്തെ ആപ്പ് അങ്ങനെ ചെയ്യൂ, പിന്നെ രണ്ടാമത്തെ ആപ്പ് എടുക്കുക, അതിലും അങ്ങനെ ചെയ്യുക. മൂന്നാമത്തെ ആപ്പ് എടുക്കുക, അതിലും അങ്ങനെ ചെയ്യുക. അങ്ങനെ മുഴുവൻ ചെയ്തു വരുമ്പോൾ അവസാനം ക്യാമറ എന്നുള്ള ആപ്പിന് മാത്രമേ ക്യാമറയുടെ മുകളിൽ പെർമിഷൻ ഉണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല. വേണമെങ്കിൽ അതും ആസ്ക് എവറി ടൈം കൊടുത്തോളൂ. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ള ആളാണ്. ക്യാമറ ആപ്പിനും ആസ്ക് എവറി ടൈം പെർമിഷൻ കൊടുത്തു. ക്യാമറ എനിക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഞാൻ ക്യാമറ ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നേരത്തെ അപ്പോൾ പറയും പെർമിഷൻ ഇല്ലാട്ടോ എന്ന് പറയും. ഞാൻ ക്ലിക്ക് ചെയ്ത് യെസ് കൊടുക്കും. അപ്പോൾ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഞാൻ ആപ്പിൽ നിന്ന് പുറത്ത് വന്ന പെർമിഷൻ കട്ടാവും. നെക്സ്റ്റ് ടൈം ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം മുതൽ ചിലപ്പോൾ ദിവസം ഒരു 5-6 ഫോട്ടോ എടുത്തു എന്ന് വരും. അപ്പോൾ ക്യാമറ ആപ്പിനും അങ്ങനെ കൊടുത്തതുകൊണ്ട് തെറ്റില്ല. ഇതേപോലെ തന്നെ ഈ ക്യാമറയുടെ തൊട്ട് താഴെ എന്താ ഉള്ളത്? കോണ്ടാക്റ്റ്. നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് വല്ലവരും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ? എന്താ ഉറപ്പ്? നിങ്ങളുടെ ഫോണിലുള്ള ഫോൺ നമ്പേഴ്സ് ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ എന്ന്? നിങ്ങളാർക്കും പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ ആ ലിസ്റ്റിൽ നോക്കൂ, കോണ്ടാക്റ്റിൻ്റെ താഴെ എത്ര? 28 ഔട്ട് ഓഫ് ആ കോണ്ടാക്ട്സിൻ്റെ നേരെ താഴെ എന്താ എഴുതിയെന്നൊന്ന് വായിക്കൂ. 11 of 27 ആപ്സ്. അതായത് 11 ആപ്പിന് അയാൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ എൻ്റെ ഫോണിലെ കോണ്ടാക്ട്സ് മുഴുവൻ എടുത്തു കൊണ്ടുപോയിക്കോന്ന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്.
അവരത് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും. എന്തിനാണ് നിങ്ങളുടെ ഫോണിൽ ഉള്ള സേവ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സ് ഒക്കെ എടുത്തു കൊണ്ടുപോകാൻ ലോകത്ത് എവിടെയോ കിടക്കണ ആപ്പിനും ആപ്പിൽ അവിടെ ഇരിക്കുന്ന കൺട്രോൾ സെൻറ്ററിൽ ഇരിക്കുന്ന IT എക്സ്പേർട്സിന് നിങ്ങൾ പെർമിഷൻ കൊടുക്കണത്? നിങ്ങൾ പെർമിഷൻ കൊടുത്തോണ്ടല്ലേ എടുത്തുകൊണ്ട് പോകണത്? അതൊക്കെ സീറോ ആക്കും. അവിടെ കോൺടാക്ട്സിൻ്റെ മുകളിൽ പെർമിഷൻ വേണ്ട 2 ആൾക്കാരുണ്ട്, 2 അല്ല 3 ആൾക്കാരുണ്ട് നമ്മുടെ കണക്കിൽ. ഒന്ന്, ഫോൺ എന്നുള്ള ആപ്പ്. ഫോൺ ചെയ്യണമെങ്കിൽ കോൺടാക്ട്സിൻ്റെ മുകളിൽ പെർമിഷൻ വേണം. ഫോൺ എന്നുള്ള ആപ്പിന് കോൺടാക്ട്സിൻ്റെ മുകളിൽ പെർമിഷൻ കൊടുക്കണം. 2, മെസ്സേജ് എന്നുള്ള ആപ്പിന് ഫോണിൻ്റെ മുകളിൽ പെർമിഷൻ വേണം. 3, വാട്സാപ്പ് എന്നുള്ള ആപ്പിനും ഫോണിൻ്റെ മുകളിൽ പെർമിഷൻ വേണം. ഈ 3 അല്ലാതെ പിന്നെ ഫോണിൻ്റെ കോൺടാക്ട് ലിസ്റ്റിൻ്റെ മുകളിൽ പെർമിഷൻ വേണ്ട ആരാ ഉള്ളത്? ഗൂഗിൾ പേ എന്നുള്ള ആപ്പിന് വേണം. കാരണം അത് ഈ ലിസ്റ്റിൽ നിന്നാണ് എടുക്കുക. അതൊക്കെ അല്ലാതെ ബാക്കി ആമസോണിനും ഈ ആൻഡ്രോയിഡ് ഇൻ്റലിജൻസ് ഇതേമാതിരിയുള്ള കുറേ ആപ്പുകളുണ്ട്. അതിൽ അവർക്കൊക്കെ എന്തിനാണ് നിങ്ങളുടെ കോൺടാക്ട്സിൻ്റെ മുകളിൽ ലിസ്റ്റ് പെർമിഷൻ കൊടുക്കേണ്ടത്? ഒക്കെ എടുത്ത് കളയും. ഈ കലണ്ടർ എന്നുള്ള ആപ്പിന് മറ്റൊരു പ്രശ്നമുണ്ട്. അതാണ് കലണ്ടർ എന്നുള്ള ആപ്പിനേ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ കലണ്ടർ ആപ്പും നിങ്ങൾ ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കില്ല, കോൺടാക്ട്സിൻ്റെ മുകളിൽ പെർമിഷൻ ഒഴിവാക്കുക. ഇങ്ങനെ എല്ലാറ്റിൻ്റെ മുകളിലും പെർമിഷൻ ഒഴിവാക്കിയാൽ ആപ്പ് പറയും എന്നാൽ ഞങ്ങൾ സർവീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ആപ്പ് വർക്ക് ചെയ്യാതെയാവും, ഡിസേബിൾഡ് ആവും. എല്ലാ കലണ്ടർ ആപ്പിൻ്റെയും പ്രശ്നമാണത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിൽ കലണ്ടർ ആപ്പേ ഇല്ല. ആപ്പ് എനിക്കിഷ്ടമാണ്, കലണ്ടർ ആപ്പ് എനിക്കിഷ്ടമാണ്, ഡൗൺലോഡ് ചെയ്യാൻ തയ്യാറുമാണ്. പക്ഷെ ഞാൻ ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കില്ല, SMS-ൻ്റെ മുകളിൽ പെർമിഷൻ കൊടുക്കില്ല, മൈക്രോഫോണിൻ്റെ മുകളിൽ പെർമിഷൻ കൊടുക്കില്ല. എനിക്ക് കലണ്ടർ ആ ഡേറ്റും അതൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ആപ്പുകൾ പറയും എന്നാൽ ഞങ്ങളുടെ ആപ്പ് വർക്ക് ചെയ്യണമില്ല, സൗകര്യമില്ല നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യാൻ, അത് ഡിസേബിൾഡ് ആവും, എന്നാൽ നിങ്ങളുടെ ആപ്പ് വേണ്ടാന്നും പറയും. അങ്ങനെ ലോകത്തിൽ ഒരു കലണ്ടർ ആപ്പും ഇല്ല എൻ്റെ മൊബൈലിൽ. കാരണം ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കില്ലേ, അത് പറയും ക്യാമറയുടെ മുകളിൽ പെർമിഷൻ ഇല്ലാതെ ഈ ആപ്പ് വർക്ക് ചെയ്യില്ല എന്ന് പറയും. ഒരു ജാതി ത്രെട്ടണിങ് ആണത് നമ്മളെ. ക്യാമറയുടെ മുകളിൽ പെർമിഷൻ തന്നാലേ ഞങ്ങളുടെ ആപ്പ് വർക്ക് ചെയ്യുള്ളൂ. എല്ലാ കാലണ്ടർ ആപ്പിനുള്ള പ്രശ്നമാണത്. ഇനി ആ ലിസ്റ്റിൽ തന്നെ നോക്കൂ, താഴോട്ട് മൈക്രോഫോൺ കാണുന്നില്ലേ? യെസ് ഓർ നോ? എല്ലാവരും ഉറങ്ങിപ്പോയോ? മൈക്രോഫോൺ കാണാനില്ലേ? അതിൻ്റെ താഴെ എന്താ എഴുതിയിട്ടുള്ളത്? വേറെ ആരെങ്കിലും ആ മൈക്ക് കയ്യിലുള്ളവർ ബാക്കിൽ നിന്നൊക്കെ പോരട്ടെ. മൈക്രോഫോൺ 10 out of 26. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, 10 out of 26 എന്ന് പറഞ്ഞാൽ ആകെ 26 ആപ്പുകളിൽ 10 ആപ്പുകൾക്ക് മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്ററായിട്ടോ അമ്മയായിട്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വല്ല മറ്റുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസോ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഫേസ് ക്രീമിനെ പറ്റിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഗൂഗിളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്തയോ പത്രത്തിലെ വാർത്തയോ എന്തെങ്കിലും എടുത്തു നോക്കിയാൽ ഫേസ് ക്രീമിൻ്റെ പരസ്യം ഇങ്ങനെ വരണതാണ്. നിങ്ങളിവിടെ അമ്മയായിട്ടൊന്ന് ആ നേരത്തെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. ഫോൺ ചിലപ്പോൾ നിങ്ങളുടെ ബാഗിലാവും, പോക്കറ്റിലാവും, അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അത്രേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയാൽ ഫേസ് ക്രീമിൻ്റെ ഫെയർ ആൻഡ് ലവ്ലി മറ്റേതിൻ്റെ ഓരോന്നിൻ്റെ പരസ്യം എങ്ങനെ വരണ കാണാം. ഇത് ഞാൻ ഇപ്പം അമ്മയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇതെങ്ങനെ പരസ്യം വന്നു എന്ന്. കാരണം നിങ്ങൾ 10 ആപ്പുകൾക്ക് നിങ്ങളുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ സ്വകാര്യമായിട്ട് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കും, ഭർത്താവിനോട് സംസാരിക്കും, മക്കളോട് സംസാരിക്കും, കാമുകിയോട് സംസാരിക്കും, കാമുകനോട് സംസാരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കും. ഈ മൊബൈൽ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും, മൊബൈൽ ഓണൊന്നും ആവില്ല.
നിങ്ങളറിയാതെ ഈ 10 ആപ്പുകൾ ആ ലേഡിയുടെ കേസിൽ 10 ആപ്പുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഇതൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൽ എത്തിയിട്ട് അതിന്ന് പറ്റാവുന്ന വാക്കുകളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ സയൻസ് ഏരിയ ഉണ്ട്, ഡേറ്റ മൈനിങ്. ആ ഡേറ്റ മൈനിങ് ടെക്നോളജി വെച്ചിട്ട് മൈൻ ചെയ്തെടുത്ത് ആ വാക്കുകളുടെ കണക്റ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മൊബൈലിൽ എത്തിക്കാനുള്ള സകല സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് 10 ആപ്പുകൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ആ ലേഡി. ആ ലേഡി മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരുടെ ഒക്കെ ലിസ്റ്റിൽ ഇതുണ്ടോയെന്ന് നോക്കുക. എന്തിനാ നിങ്ങളുടെ മൈക്രോഫോണിൻ്റെ മുകളിൽ മറ്റുള്ളവർക്ക് പെർമിഷൻ കൊടുക്കുന്നത്? അതും ലോകത്തിൽ എവിടെയോ കിടക്കുന്ന ആളുകൾക്ക്. വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വൈഫ് എന്തെങ്കിലും ഒന്ന് പറയണത് റെക്കോർഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ? ഇല്ലല്ലോ. എൻ്റെ വൈഫ് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ തിരിച്ച് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും പറയണത് നിങ്ങളുടെ ഹസ്ബൻഡ് കേൾക്കണം എന്നൊന്നും താല്പര്യമില്ലല്ലോ, കേൾക്കരുതെന്നോ കേൾക്കണമെന്നോ ഒന്നും താല്പര്യമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, കേൾക്കണമെന്നോ താല്പര്യമില്ല, കേൾക്കരുതെന്നും താല്പര്യമില്ല, ഒന്നുമില്ല. ആ ഭാര്യയുടെ മൊബൈലിൽ നോക്കിയാൽ മതി മൈക്രോഫോണിൽ എത്ര ആപ്പുകൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ മൊബൈലിൽ ലോകത്തിലിരുന്ന് അറിയാത്ത പലരും കേട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് പെർമിഷനും കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഇമാജിൻ, നമ്മളുടെ IT-യിൽ ഭയങ്കര നോളജായിരിക്കും, പക്ഷേ ആ നോളജ് വെച്ചിട്ട് മൊബൈലൊക്കെ നല്ലോണം വർക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ള അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ലിറ്ററസി എത്ര പേർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ലിറ്ററസി ഉണ്ടായേ പറ്റൂ, സൈബർ ലിറ്ററസി ഉണ്ടായേ പറ്റൂ. 10,000 രൂപ കൊടുത്ത് മൊബൈൽ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി കൈവരിച്ചിട്ടുണ്ടാവും. ആ 10,000 രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ള IT ലിറ്ററസി ഉണ്ടാവും, അതും കൈവരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ 10,000 രൂപയുടെ മൊബൈൽ സ്വയം ഉപയോഗിക്കാനുള്ള ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലിറ്ററസി കൈവരിച്ചിട്ടുണ്ടാവില്ല. അതാണ് നമ്മുടെ സ്കൂളുകളിൽ വേണ്ടത്. ഇനി അടുത്ത ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് മൈക്രോഫോൺ കൈമാറണം. ഈ ലിസ്റ്റിൽ മൈക്രോഫോൺ എന്നുള്ള ആ ലിസ്റ്റിൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് SMS കാണാം. SMS കാണാമല്ലേ? അതിൻ്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് ആ മൈക്ക് വാങ്ങിയിട്ട് ഉത്തരം പറയുമോ ആൾക്കാർ? ആരെങ്കിലും 1-2 ആൾക്കാർ പറഞ്ഞോളൂ. 17 of 10 apps allowed. 17 of 10 Yeah, sir. അതെങ്ങനെയത്? Sorry, sir. 10 of 17. 10 of 17 ആപ്സ് SMS-ൻ്റെ മുകളിൽ ആരെങ്കിലും പറയും? 6 of 9 apps. ഇനി ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും. ആ കുട്ടി രണ്ടാമത്തെയാണ് ഉത്തരം പറയണത് കേട്ടോ. അത് ആ കുട്ടിക്ക് 12 of 15 ആപ്സ്. യെസ്. എന്താ ഇതിൻ്റെ അർത്ഥം അറിയാം? നിങ്ങൾക്ക് SMS കൂടിയല്ലേ OTP വരണത്? ബാങ്കിൽ ഒരു 10,000 രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ഒരു 2,000 രൂപ നിങ്ങൾ വേറെ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് OTP വരുന്നത് SMS-ലല്ലേ? ആ SMS-നെ എടുത്തുകൊണ്ട് പോവാൻ നിങ്ങൾ വേറെ ആരെങ്കിലും സമ്മതിക്കുമോ? ഒരാൾക്ക് SMS പറഞ്ഞു കൊടുക്കില്ലല്ലോ, ഇല്ല. അങ്ങനെ ഇരിക്കെ ഇയാൾ 10 out of 17 ആപ്സ് എന്നാണ് പറഞ്ഞത്. 10 ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് SMS എടുത്തുകൊണ്ട് പോയിക്കോളാൻ. എന്നിട്ട് SMS എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്നാണ്. നിങ്ങൾ SMS എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ബാങ്കിൽ നിന്ന് നിങ്ങൾ പൈസ എടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്നാണ്. 10 ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് SMS റീഡ് ചെയ്യാൻ. SMS പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു 10,000
അപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടോ, എൻ്റെ ബാങ്കിൽ നിന്ന് 10,000 രൂപ പോയി ഇന്ന്, എനിക്ക് SMS ഒന്നും വന്നില്ല, എനിക്ക് SMS വന്നില്ല. അല്ലെങ്കിൽ എല്ലാ കേസിലും OTP വരണതാണ് SMS ആയിട്ട്. ഇത് എനിക്ക് OTP വന്നില്ല, എൻ്റെ ബാങ്കിൽ നിന്ന് 50,000 റുപ്പീസ് പോയി. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് സംഭവിക്കണേ? അതെങ്ങനെയാണ് സംഭവിക്കണേ അറിയോ? OTP ആക്ച്വലി വന്നിട്ടുണ്ടാവും. ആ OTP റീഡ് ചെയ്യാനുള്ള പെർമിഷൻ, ഇപ്പോൾ 10 ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ലേ, അവിടെ 6 ആപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. OTP റീഡ് SMS ഓപ്പൺ ചെയ്തിട്ട് OTP റീഡ് ചെയ്യൽ മാത്രമല്ല, ആ പെർമിഷൻ വെച്ചിട്ട് അവർക്ക് ആ SMS ഡിലീറ്റ് ചെയ്യാനും കൂടിയും പറ്റും. അപ്പോൾ SMS വരലും OTP റീഡ് ചെയ്യലും SMS ഡിലീറ്റ് ചെയ്യലും സ്പ്ലിറ്റ് സെക്കൻഡിൽ നടക്കും. ഇങ്ങനെ ഒരു SMS വന്നതായിട്ടേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ മെസ്സേജിൻ്റെ ലിസ്റ്റിൽ നോക്കിയാൽ അങ്ങനെ ഒരു SMS ഇല്ല, ഡിലീറ്റഡ് ലിസ്റ്റിലും അങ്ങനെ ഒരു SMS ഇല്ല. അതൊന്നും ഡിലീറ്റ് ചെയ്യും. ഈ SMS-ൻ്റെ മുകളിൽ പെർമിഷൻ കൊടുത്താലുള്ള പ്രശ്നം ഇതാണ്. അതുകൊണ്ട് ആർക്കും SMS-ൻ്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്. എല്ലാം അങ്ങോട്ട് കളഞ്ഞേക്കൂ. അവിടെ 6 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കാണും. ആ ലിസ്റ്റിൽ മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പിന് SMS-ൻ്റെ മുകളിൽ പെർമിഷൻ കൊടുത്തോളൂ. കാരണം ആ ആപ്പാണ് നമുക്ക് SMS-നെ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് SMS-ൻ്റെ മുകളിൽ പെർമിഷൻ കൊടുത്തോളൂ. ബാക്കി എല്ലാം അവിടെ കളഞ്ഞേക്കൂ. ആർക്കും SMS-ൻ്റെ മുകളിൽ പെർമിഷൻ കൊടുക്കരുത്. കാരണം ആർക്കും നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇത്രയും സൈബർ സെക്യൂരിറ്റി ഞാൻ അവസാനിപ്പിക്കാനാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ഒരു 10 മണിക്കൂറെങ്കിലും സംസാരിക്കും. നിങ്ങളുടെ ഫോൺ വെച്ചിട്ട്, എൻ്റെ ഫോൺ വെച്ചിട്ടോ എൻ്റെ സ്ക്രീൻ വെച്ചിട്ടോ അല്ല, നിങ്ങളുടെ ഫോൺ വെച്ചിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും സംസാരിക്കും. അത്രയും അധികം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിട്ടും നിങ്ങളതൊന്ന് സെറ്റ് ചെയ്യാതെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട്, ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ആയിരുന്നു ഇതുവരെ ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായില്ലേ? പലർക്കും ബോധ്യമായില്ലേ? ഇത്രയൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും ഞങ്ങൾ ആ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ, ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ നടക്കുകയായിരുന്നു എന്നും ഇതുവരെ ട്രാപ്പിലാവാതെ ഇരുന്നത് ദൈവാധീനം കൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളതും ഇപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ തീർന്നിട്ടില്ല. ഇതൊരു 1000 കേസ്, 1000 എണ്ണം പറയാനുണ്ട്. പക്ഷേ ഒരു 3-4 കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇദ്ദേഹത്തിന് പറയാനുള്ളതും കൂടി നമുക്ക് കേൾക്കണം. ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണം. മൈക്ക് കൈമാറുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു വിനോദ് സർ. നമ്മൾ സരളമായി നമ്മളൊരു സെക്യൂരിറ്റി സിസ്റ്റത്തെ ഇങ്ങനെ കേൾക്കുമായിരുന്നു. നമ്മോടൊപ്പം ഉള്ളത് പ്രകാശ് സാറ്, പ്രകാശ് മാഷ് എന്ന് ഞങ്ങൾ പറയും, നമ്മുടെ സ്വന്തമാണ്. ഈ ദിശ എന്ന് പറയുന്ന ഈ വലിയൊരു എക്സ്പോ എന്ന് പറയുന്ന പേര് തന്നെ സാറുടെ ആശയങ്ങളിലൊന്നാണ്. HSTTP, ഞങ്ങളുടെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് 10 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം അത് വിരിഞ്ഞത് നമ്മുടെ പ്രകാശ് മാഷിയുടെ മൈൻഡിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ അക്കാഡമിക് ലെവലിലുള്ള ഒരുപാട് പ്രോസസ്സുകളിൽ ഭാഗമാക്കാവുന്ന സാറ് ഇപ്പോൾ ഈ നടക്കുന്ന സൈബർ യുഗത്തിലും ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. എഴുത്തിലും വരയിലും. കഴിഞ്ഞ ദിവസം ഞാനൊരു FB പോസ്റ്റ് വായിക്കുകയുണ്ടായി സാറേ. ഞാനൊരു നോവൽ എഴുതി. ഞാൻ ആ നോവൽ എഴുതാൻ വേണ്ടി വിചാരിച്ചതല്ലായിരുന്നു, എഴുതിപ്പോയി. പിന്നെ ഒരുപാട് പേര് വായിച്ചു, അതിനൊരുപാട് പതിപ്പിറങ്ങി. ഇപ്പോൾ ഇതാ മറ്റൊരു പുസ്തകം എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ, ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിലുള്ള വാക്കുകൾ നമുക്ക് വായിക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. സാറ് നമ്മുടെ ഈ സൈബർ യുഗത്തെക്കുറിച്ച് സാറുടെ പെർസ്പെക്റ്റീവ് സംസാരിക്കും. സർ പ്ലീസ്. ഇത് കഴിഞ്ഞിട്ട് മതി, ശേഷം മതി. പ്രിയപ്പെട്ട വിനോദ് സാർ, നാസർ മാഷ്, സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ഭയങ്കരമായി പേടിപ്പിക്കുകയും ജാഗ്രതപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു ഏറ്റവും അത്യാവശ്യമായ കുറേ ഇൻഫോർമേഷൻസ് തന്നുകൊണ്ടുള്ള വളരെ ഗംഭീരമായൊരു പ്രസൻറ്റേഷൻ കഴിഞ്ഞു. സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും ഒതൻറ്റിക്കായ ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു
സാർ പറഞ്ഞ പോലെ ഒരു 5-10 മണിക്കൂർ വേണമെങ്കിൽ തുടർച്ചയായിട്ട് ഈ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ കഴിയും. അതെല്ലാം നിർബന്ധപൂർവ്വം നമ്മളെല്ലാം കേട്ടിരിക്കുകയും, കാരണം അത്രമാത്രം എന്താ പറയുക, ഈ ഏരിയ സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു കാലവും ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു സാറ് നടത്തിയ ഈ പ്രസൻറ്റേഷൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ ഇപ്പോൾ ഈ പുതിയ കാലത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാനൊരു സൈബർ വിദഗ്ധൻ അല്ല, കുറേ കാലമായി കുട്ടികളുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തെ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും മനസ്സിലാക്കുകയും അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്രമാണ് കുറച്ച് കാര്യം പറയുന്നത്. മാത്രമല്ല, ഈ ഓഡിയൻസ് രക്ഷിതാക്കളുടെ ഭൂരിപക്ഷം ഓഡിയൻസാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞാനതാ പ്രതീക്ഷിച്ചത്, കാരണം അങ്ങനെയാണ് നമുക്ക് തന്ന സംഗതി. പാരൻസിന് മാത്രമായിട്ടുള്ള ക്ലാസ് ആണെന്നാണ്. അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ റെഡിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ പാരൻസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ളത് കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായി 2 പേർക്കും കൂടി വേണ്ടി സംസാരിക്കേണ്ടി വരും. 2-3 കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഒന്നെനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സാറ് തന്നെ ഇവിടെ പറഞ്ഞു, ഈ ഒരു 2000-ന് ശേഷം ജനിച്ച കുട്ടികളാണ് മിക്കവാറും, അല്ലേ? 2010-ന് ശേഷമൊക്കെ ജനിച്ചവരല്ലേ നിങ്ങളെല്ലാം? അല്ല, 2006. അപ്പോൾ എല്ലാവരും 2000-ന് ശേഷം ജനിച്ചവരാണ്. ഈ 2000 എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണും, മില്ലീനിയം ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് കാണാം. മില്ലേനിയം ചൈൽഡ് എന്ന് വെച്ചാൽ 2000-ന് ശേഷം ജനിച്ച കുട്ടികളെ വേറൊരു തരത്തിൽ അനലൈസ് ചെയ്യുന്ന ധാരാളം പഠനങ്ങൾ ഇപ്പോൾ ലോകത്താകെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായുള്ള ഒരു സംഗതി ഇപ്പോൾ ഇവിടെ സംസാരിച്ച് അവസാനിപ്പിച്ചതുപോലെ ഈ സൈബർ സെൽഫിനെ സംബന്ധിച്ച ഒരു സംഗതിയാണ്. ഞാനത് ഒന്ന് വിശദമാക്കാൻ ശ്രമിക്കാം. അതായത് നമ്മുടെ എല്ലാം സെൽഫ്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം, അല്ലേ? എന്താ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? വ്യക്തിത്വം എന്ന് പറയുന്ന സംഗതി എന്താന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഉള്ളിൽ ഒരു നമ്മളുണ്ട്, അല്ലേ? എനിക്കുള്ളിൽ ഒരു ഞാനുണ്ട്, ഒരു കൺവിക്ഷൻ, വളരെ കൃത്യതയുള്ള ഒരു ഞാനുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഉള്ളിലുള്ളൊരു ഞാൻ എന്ന് പറയുന്ന ഒരാൾ ആണ് സ്വാഭാവികമായും എല്ലാ മനുഷ്യർക്കുള്ള ഒന്നാണ് ഈ ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റിക്ക് പുറത്ത് ഒരു സൈബർ ഐഡൻറ്റിറ്റി കൂടി ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. ഈ 2000-ന് ശേഷം, പ്രത്യേകിച്ച് 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്കിടയിലേക്ക്. എന്താണ് ഈ സൈബർ ഐഡൻറ്റിറ്റി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതിനിപ്പം കുറച്ചുകൂടി ഹാർഡായ കുറച്ച് കാര്യങ്ങളാണത്. കാരണം അത് ഈ എന്താ പറയുക, മനുഷ്യാനന്തര സമൂഹം എന്നൊക്കെ വേറൊരർത്ഥത്തിൽ പറയും. എന്ന് വെച്ചാൽ ഇപ്പം മിഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജികൾ നമ്മളെ നിയന്ത്രിക്കുന്ന, നാമാണ് ടെക്നോളജി ഉണ്ടാക്കിയത്, അല്ലേ? നമ്മളാണ് ടെക്നോളജിയെ നിർമ്മിച്ചത്. പക്ഷേ ഈ നമ്മൾ നിർമ്മിച്ച ടെക്നോളജി നമ്മളെ തന്നെ തിരിച്ചു നിയന്ത്രിക്കുന്ന ഒരു ലോകമാണ് ഇപ്പം എന്നാണ് അതിന് പറയുക. മാനവാനന്തര സമൂഹം, പോസ്റ്റ് ഹ്യൂമൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് കുറച്ചും കൂടി നല്ല വാക്ക്. പോസ്റ്റ് ഹ്യൂമൻ പീരീഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ മനുഷ്യന് ശേഷമുള്ള വലിയൊരു ടെക്നോളജി മുഴുവൻ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ നിർമ്മിച്ചു വെച്ച, ഇപ്പോൾ AI വന്ന കാലമല്ലേ ഇതല്ലേ? AI-യുടെ പ്രത്യേകത എന്താ? AI-ക്ക് പകരം ഇനിയിപ്പം AI വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ലോകത്ത് നാം ക്രിയേറ്റീവായി കൊണ്ട് നടന്ന ഒരു മേഖലയും ഇനി ആവശ്യമില്ല എന്നുള്ള മട്ടിലേക്കൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. കാരണം എല്ലാം AI ചെയ്യും. ChatGPT-യിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാത്ത ഉത്തരം ഒന്നുമില്ല. നിങ്ങൾക്ക് കവിത എഴുതാം, നിങ്ങൾക്ക് കഥ എഴുതാം, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംഗതികളും ChatGPT-യുടെ സഹായത്തോട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി സൃഷ്ടിച്ച ഒരു ഐഡൻറ്റിറ്റി, ഒരു അഡീഷണൽ ഐഡൻറ്റിറ്റി ഇപ്പം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് സാർ ഇത്രയും സീരിയസ് ആയിട്ട് ഈ കാര്യം പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മറ്റൊരു വ്യക്തിത്വം, ഒരു അപര വ്യക്തിത്വം എന്ന് പറയാവുന്ന ഒരാൾ, ഒരുപക്ഷെ നമ്മുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റിയോട് നേർക്ക് നേരെ നിൽക്കുന്ന മറ്റൊരു സൈബർ സെൽഫ് ഇപ്പം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ ഏതാണ്ട് ഞങ്ങളുടെ ഒരു തലമുറയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയോ? അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അവർ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് നിങ്ങൾ അധികം കേട്ട് നിൽക്കില്ല. ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തു ആദ്യമായിട്ട് കിട്ടുന്നതിൻ്റെ ആനന്ദമാണ്, അല്ലേ? കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്താ? ഏതെങ്കിലും ഒരു വസ്തു
ആദ്യമായി കിട്ടുന്നതിൻ്റെ ഒരു ആനന്ദമാണ്. ആദ്യാനുഭവത്തിൻ്റെ ആനന്ദം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. നോക്കൂ, നിങ്ങൾക്ക് ഈ ഒരുപക്ഷെ TV വ്യാപകമായി, ഇൻ്റർനെറ്റ് വ്യാപകമായി, എല്ലാം വിസിബിളായി ഒരു കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായി കിട്ടുന്നുണ്ടോ? ഞാൻ കുറച്ച് കടുപ്പുള്ളൊരു ചോദ്യം ചോദിച്ചേ. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞത് വ്യക്തമാക്കാം. നിങ്ങൾക്കൊരു നല്ല വിലപ്പെട്ടൊരു പേന വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒരാൾ സുഹൃത്തുക്കളോ വാങ്ങിക്കൊണ്ട് തരുന്നു. ഞങ്ങൾക്ക് അന്ന് ഈ പേന കിട്ടുമ്പോഴുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നറിയോ? ഈ പേന ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ പേനയെക്കുറിച്ചുള്ള ആകാംക്ഷ മാത്രമാണ് മനസ്സിൽ. ഈ പേനയുടെ ദൃശ്യാനുഭവം ഞങ്ങൾക്കില്ല, അതിൻ്റെ സ്പർശനാനുഭവമില്ല. എല്ലാം കൂടി ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ഇതുകൊണ്ട് കിട്ടുന്നത്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ആദ്യത്തെ ആകാംക്ഷ എവിടെ പോയി? കാഴ്ചയിൽ അവസാനിച്ചു അല്ലേ? TV അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ നിങ്ങൾ കാണുന്ന പരസ്യത്തിലൂടെ ആദ്യാനുഭവം അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു സെക്കൻഡറി എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിൻ്റെ മേലെ അധികം കൗതുകങ്ങളില്ലാത്തത്. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു അച്ഛനും അമ്മമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. കുട്ടികൾക്ക് ഒരു നല്ലൊരു സാധനം മേടിച്ചുകൊണ്ട് കൊടുത്താൽ മിനിമം 10 മിനിറ്റ് അല്ലേ അവർ തിരിച്ചു മറിച്ച് നോക്കി അതിനോടുള്ള കൗതുകം അവർക്ക് അവസാനിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? അത് ഈ ഒരു ആദ്യാനുഭവത്തിൻ്റെ ഞങ്ങൾ മെച്ചപ്പെട്ട തലമുറയാണെന്നല്ല കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞാൻ വേറെ പറയാം. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതുവരെ ജീവിച്ച എല്ലാ ജനറേഷനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട ജനറേഷനാണ് നിങ്ങൾ. അതിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഓരോ കാലം കഴിയുന്തോറും ലോകത്തെ ഏറ്റവും മികച്ച മനുഷ്യരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ആദ്യാനുഭവത്തിൻ്റെ ആനന്ദം, അല്ലെങ്കിൽ ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു 20 കൊല്ലം മുമ്പ്, ഒരു 30 കൊല്ലം മുമ്പ് ജനിച്ച ആളുടെ അനുഭവമല്ല ഈ 2000-ന് ശേഷം, അല്ലെങ്കിൽ ഈ സൈബർ യുഗം ഇത്ര വ്യാപകമായി നിൽക്കുന്ന ഒരു കാലത്തിന് ശേഷം ജനിച്ച കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരനുഭവം. ഞാൻ ഇതിൽ മാത്രമല്ല, ബാക്കി മറ്റ് പല കാര്യങ്ങളിലും ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ തൃശ്ശൂർ ഒരിക്കൽ ഒരു 5-6 മാസം മുന്നേ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, പുതിയതായിട്ടൊരു ടാബ് വാങ്ങി, പുതിയ ടാബ് വാങ്ങിയപ്പോൾ ടാബിനൊരു കവർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു കടയിൽ വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ പ്രായമുള്ള മുടി ഇങ്ങനെ മേലേക്ക് ഷോക്കടിച്ച പോലെ നീട്ടി വളർത്തിയൊരു ഇല്ലേ, ഇങ്ങനെയല്ലേ മേലേക്ക്. ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ താഴേക്കായിരുന്നു, നിങ്ങൾ മേലേക്കാണ്. ഓരോ കാലത്തും അതാണ്, ഓരോ തരത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട് ഈ റിസപ്ഷനിൽ. അപ്പോൾ ഞാൻ വേഗം ഈ ടാബും കൊണ്ട് അകത്തേക്ക് ചെന്നുടനെ അതിൽ ഒരുത്തൻ വേഗം അങ്ങോട്ട് വാങ്ങിയത്, വളരെ വേഗം വാങ്ങി തിരിച്ചു മറിച്ചൊക്കെ നോക്കി അവൻ പറഞ്ഞു, ഈ ടാബിൻ്റെ സാർ ഇത് സാർ എഴുത്തുകാരനാണോ എന്നൊക്കെ ചോദിച്ചു എന്നോട്. എന്താ അവൻ ചോദിച്ചതെന്ന് ലോജിക്കൊന്നും എനിക്ക് മനസ്സിലായില്ല. താടിയുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എന്തോ ചോദിച്ചു. അപ്പോൾ മറ്റേ പറഞ്ഞു, അത് സാർ ഇതിൻ്റെ കവർ ഗോഡൗണിലാണ്, ഞങ്ങളിപ്പോൾ കൊണ്ടുതരാൻ. അവൻ എൻ്റെ ടാബും കൊണ്ടങ്ങ് പോയി. അപ്പോൾ ഈ ഓണർ കയറി വന്നു, ഈ കടയുടെ ഓണർ ഇങ്ങോട്ട്. ഒരു ഭയങ്കര തടിച്ചൊരു മനുഷ്യൻ. അത് ഞാൻ തടിച്ചെന്നൊരിക്കൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് എന്നോട് ആരോ ബോഡി ഷെയ്മിങ് ആണ്, അങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ തെറി വിളിച്ചിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര തടിച്ചാന്ന് തന്നെ പറയാമല്ലോ നമുക്ക്. ഭയങ്കര തടിച്ചൊരു മനുഷ്യൻ കയറി വന്നിട്ട് ഈ മറ്റേ ഒരാളവിടെ ഉണ്ടല്ലോ, മറ്റേ ആളാണല്ലോ പോയത്. അയാളോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ പയ്യനോട്. അപ്പോൾ അയാളെ കുറേ ചീത്ത വിളിച്ചു ഇയാൾ. കാരണം ഒരാൾ കടയിൽ വന്നാൽ ഇരിക്കാൻ പറയണ്ടേ മനുഷ്യന്മാർ. ഇങ്ങനെ ആളുകളെ ട്രീറ്റ് ചെയ്യുക, സാർ ഇരിക്കൂ എന്നിട്ട് അയാൾ എനിക്കൊരു കസേര ചൂണ്ടിക്കാണിച്ചെന്ന് അയാൾ ധൃതിയുടെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി. തോന്നിയപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, അല്ല നീ ശരിക്കും എന്താ എന്നോട് ഇരിക്കാൻ പറയാതിരുന്നേ? നീ പറയേണ്ടതല്ലേ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു ഗംഭീര ഉത്തരവുണ്ട്. ഒരാളോട് എന്തിനാ ഇരിക്കാൻ പറഞ്ഞ്, വേണമെങ്കിൽ ഇരിക്കില്ലേ? ഒരു ഉത്തരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ. അടുത്തവൻ ഒന്ന് വിശദീകരിക്കുക. എങ്ങനെയെന്നറിയോ? സാർ ഇരുന്നിട്ടല്ലേ വരണേ? ആണ്. എന്താ കാരണം എന്നറിയോ? ഞാൻ തേക്കിൻകാട് കാർ നിർത്തിയിട്ട് അവിടുന്ന് നടന്നു വരുന്നത് ഈ ചില്ലുകൂട്ടിൻ്റെ ഉള്ളിലൂടെ ഇവൻ കാണുന്നുണ്ട്. ഇരുന്ന് തന്നെ യാത്ര ചെയ്യുകയും സഞ്ചരിക്കുകയും ലോകത്തോട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനോട് അങ്ങനെ ഒരു കാലത്ത് നമ്മൾ എന്ന് വെച്ചാൽ മനുഷ്യർ നടന്ന് മാത്രം സഞ്ചരിക്കുന്ന അല്ലേ, ഒരു പ്രദേശത്ത് മറ്റോ പ്രദേശത്ത് കാൽനടയായി മണിക്കൂറുകളോളം സഞ്ചരിച്ച ആളുകളെ കാണുന്ന ഒരു കാലത്ത് ഉള്ള ഒരു വാക്കാണെന്ത്? വന്നുടനെ ഇരിക്കൂ. നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഒരാളോട് ആദ്യം ഇരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനം കൊണ്ട് മാത്രമല്ല, അത് പിന്നീട് വന്നതാണ്. മറിച്ച് നടന്നു വരുന്നവരാണ്, നടന്നു വന്നവർക്കാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ആദ്യം പറയേണ്ട വാക്യം ഇരിക്കൂ എന്നാണ്. ഞാൻ നടന്നല്ല വരുന്നത്. ഞാൻ എങ്ങനെയാണ് വരുന്നത്?
ഞാൻ ഇരുന്നുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഇരുന്ന് വരുന്ന ഒരാളോട് ഇത് പറയണമെന്നുള്ളതാണ് അവൻ്റെ ഉള്ളിലെ സ്വാഭാവികമായ പ്രശ്നം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ ഔപചാരിക മര്യാദകളെ, നാം ശീലിച്ച പെരുമാറ്റ രീതികളെല്ലാം ഈ പുതിയ കാലം, നിങ്ങൾ ഈ സൈബർ സെൽഫ് തിരിച്ചിടുന്നുണ്ട്, മറിച്ചിടുന്നുണ്ട്, മറ്റൊന്നാക്കി മാറ്റുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ തരത്തിലും ഈ സംഗതി ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളൊരു സ്ഥലത്ത് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയ ഉടനെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ? എത്തിയ ഉടനെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് പറയാറുണ്ടോ? എത്ര പേരുണ്ട്? നുണ പറയരുതേ. യെസ്. ഞങ്ങളുടെ തലമുറ എങ്ങനെയായിരുന്നു അറിയോ? ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടുന്ന് എങ്ങനെയെങ്കിലും ആദ്യം പണ്ട് ചെയ്തിരുന്ന ഒരു കത്തെഴുതലാണ് അല്ലേ, ഞാനിവിടെ എത്തി, സുഖമാണ്. പിന്നീട് ലാൻഡ് ഫോൺ ആകുമ്പോൾ ഞങ്ങളൊരു കോയിൻ ഇട്ടിട്ട് ആളുകളെ വിളിച്ച് പറയലാണ്. ഇപ്പം ഞങ്ങൾ അപ്പം തന്നെ വിളിച്ച് പറയും, അല്ലേ, മൊബൈൽ വന്നതോടുകൂടി അപ്പം തന്നെ വിളിച്ച് പറയും. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ മോളൊന്നും ഒരു യാത്ര ചെയ്ത് പോയാൽ അവൾ വിളിക്കില്ല, വിളിക്കാൻ മറന്നു പോകും. എന്തുകൊണ്ടായിരിക്കും? നേരത്തെ സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ഈ വാട്സാപ്പ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഇത് 24 hours ഓണാണ്. നിങ്ങൾ 24 മണിക്കൂർ ആരോട് സംസാരിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ചുറ്റുപാട്ടും എല്ലാ കാലത്തും ആളുകൾ ഇങ്ങനെ ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ വേണോ എന്നുള്ളതാണ് സാറ് നേരത്തെ ചോദിച്ച ചോദ്യം. ഈ 24 മണിക്കൂർ മനുഷ്യൻ്റെ ചുറ്റും ഇങ്ങനെ ആളുകൾ വേണോ എന്നുള്ളൊരു ചോദ്യം വേറെയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചുറ്റും ഈ ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെയും പിരിയുന്നില്ല. ബേസിക്കലി നിങ്ങൾ ആരെയും വേർപെട്ട് നിൽക്കുന്ന, നിങ്ങൾ എല്ലാവരോടൊപ്പമാണ് എല്ലായിടത്തും ഉള്ളത്. സ്വാഭാവികമായും എത്തിയ വിവരം പറയാൻ വിളിക്കുക എന്ന് പറയുന്ന സംഗതി നിങ്ങൾ മറന്നു പോകും. അത് നിങ്ങളുടെ പ്രശ്നമല്ല, മറിച്ചോ ഈ പുതിയ കാലത്തിൻ്റെ, നിങ്ങളുടെ സെൽഫിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സൈബർ സെൽഫിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ? ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-8 മാസം മുന്നേ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പട്ടാമ്പി കോളേജിലെ ഈ ഒരു 3-4 നിലയുള്ളൊരു വലിയ ബിൽഡിംഗ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു 8ാം ക്ലാസ്സുകാരി കുട്ടിയെയും കൊണ്ട് ഞാനിങ്ങനെ കയറി പോവാണ്. ഒരു കൊഞ്ച് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ടീച്ചർ മോളാണ്. അവളെയും കൊണ്ട് പോവുകയാണ്. അവൾ നടന്ന് തളർന്നു. 3 നില എത്തുമ്പോൾ അവൾക്ക് മടുത്ത്. അപ്പോൾ 3 നില എത്തുമ്പോഴേക്ക് അവൾ എന്നോട് ചോദിച്ചു, അങ്കിൾ ഇനി എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് വെച്ചാൽ, ഒരു കുട്ടി പറയുന്ന ഒരു തമാശയായിട്ട് നമുക്ക് കാണാം. പക്ഷെ അവൾ തമാശയല്ല പറഞ്ഞത്. കാരണം എന്താ? ഈ ഡിലീഷനും, ഞങ്ങൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ലിഫ്റ്റ് മാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ലിഫ്റ്റിൽ നിന്ന് എന്ത് കാണുന്നു? ഡിലീഷന് നല്ലതാണ്, തെറ്റല്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ എല്ലാ സംഗതിയുടെ, കാരണം ഞാൻ ഞെട്ടിപ്പോയി. കാരണം എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക? അവളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമല്ലേ അത്. നമുക്ക് ഈ സംഗതിയിൽ വളരെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാലോ. അപ്പോൾ ഈ ഡിലീഷനാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ അറിയാത്ത മറ്റൊരു സൈബർ സെൽഫ് രൂപപ്പെടുകയും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സമീപനങ്ങളും ഒക്കെ ഇതിന് കണക്കായി മോൾഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന വളരെ വിചിത്രവും വളരെ ഗംഭീരവും എന്നാൽ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ മാത്രം സമീപിക്കേണ്ടതുമായ മറ്റൊരു ഐഡൻറ്റിറ്റി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഇതിൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനൊന്നും പറ്റില്ല. എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. കാരണം കുട്ടികൾക്ക് അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റൊരാളായി ജീവിക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യുക? നമ്മുടെ ഉള്ളിലെ ഈ പറയുന്ന സോക്കോൾഡ് നമ്മുടെ സ്നേഹവും നമ്മുടെ വൈകാരികതയും നമ്മുടെ നൊസ്റ്റാൾജിയയും നമുക്ക് മറ്റൊരാളുടെ അടുപ്പവും ബന്ധവും ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുകയും നമ്മൾ മറ്റൊരു രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നാം നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുകയും ചെയ്യേണ്ട, നമ്മളോട് തന്നെ തിരിഞ്ഞ് ചോദ്യം ചോദിക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേഗത അല്ലേ, സ്പീഡാണല്ലോ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാം സ്പീഡാണ് അല്ലേ. ഈ സ്പീഡ് മുഴുവൻ ആരുടെ പെരുമാറ്റത്തിലുണ്ട്? നിങ്ങളുടെ പെരുമാറ്റത്തിലുണ്ട്. ഇതെങ്ങനെയാണ് പറഞ്ഞത്? നിങ്ങൾ ശീലിച്ചതൊന്നുമല്ല, പിന്നെയോ നിങ്ങൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ സൈബർ ലോകത്തേക്ക് ജനിച്ചു വീണവരാണ്. ഞങ്ങൾ ജനിച്ചതിന് ശേഷം സൈബറിനെ ഞങ്ങളടുത്തേക്ക് കൊണ്ടുവന്നവരാണ്. വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ സോഫ്റ്റ്വെയറിനെ രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ സംഗതിക്ക് അനുസരിച്ചിട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സോക്കോൾഡായ സങ്കല്പനങ്ങളൊന്നും നിങ്ങളിൽ ആ അർത്ഥത്തിൽ വർക്ക് ചെയ്യണമെന്നില്ല.
അതാണ് ഇതിൻ്റെ പ്രശ്നം. അത് വളരെ വളരെ എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ തിരുവനന്തപുരത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേരളത്തിലുണ്ട്, വിദേശത്തേക്ക് പോയ കുട്ടികളൊന്നും, പഠിക്കാൻ പോയ കുട്ടികളൊന്നും തിരിച്ചു വരുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തത്? വലിയ ചർച്ചയാണല്ലോ ഇപ്പം, അല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ ബൗദ്ധിക ശേഷി വ്യാപകമായി ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു, അവരാരും തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. എന്താ തിരിച്ചു വരാത്തതിൻ്റെ കാരണം? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പഠിക്കാൻ പോയാലും ലോകത്ത് എവിടെ പോയാലും ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? തിരിച്ചു വരുമായിരുന്നു നാട്ടിലേക്ക്. കാരണം ഞങ്ങൾക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ, നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു മോനുണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്, അവനോട് ചോദിച്ചു പോകാൻ പറയും ഞാൻ കാനഡയിലെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ ആലോചിക്കുകയാണ്. ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയറിന് ചേർന്നാ, അത് കഴിഞ്ഞിട്ട് കാനഡ സിറ്റിസൺഷിപ്പാണ്. എന്താ കാരണം? നിങ്ങൾക്ക് കാനഡയെയും നിങ്ങൾക്ക് US-നെയും UK-യെയും അതിൻ്റെ തെരുവുകളെയും അവിടെ മനുഷ്യൻ പെരുമാറുന്നതിനെക്കുറിച്ചും ആൺപെൺ ഭേദമില്ലാത്ത ലിംഗവ്യത്യാസമില്ലാതെ പെരുമാറുന്ന സ്വാതന്ത്ര്യത്തെ ലോകമൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ്, അല്ലേ? ഇപ്പം നിങ്ങളുടെ മുന്നിൽ എന്തല്ല അനന്തമജ്ഞാതം അവർണ്ണനീയമൊന്നും അല്ല ലോകം, മറിച്ചോ ലോകം മുഴുവൻ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവരിത്തിങ് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ ജീവിതം മറ്റൊരു സ്ഥലത്ത് കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ചിലപ്പോൾ അവിടുന്ന് തിരിച്ചു വരാത്തത്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഈ സൈബർ ഐഡൻറ്റിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയുകയും സ്വന്തം ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി മാത്രമേ ഇതിൻ്റെ നന്മയെ സ്വാംശീകരിക്കാനും ഇതിൻ്റെ തിന്മയെ പുറത്തു നിർത്താനും കഴിയും. ഇതൊന്നും സ്വാഭാവികമായി സംഭവിക്കും. ഇതെല്ലാം വളരെ നിങ്ങൾ ആരും ഒന്നും ചെയ്തുകൊണ്ടല്ല. നിങ്ങളെ മൊബൈൽ ഫോണിൻ്റെ അക്ഷരങ്ങളിൽ നിങ്ങളുടെ വിരൽ ചലിക്കുന്ന വേഗത നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അല്ല. ഞങ്ങൾക്ക് അതിൻ്റെ പകുതി വേഗത കൊണ്ട് പോലും അടിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് പട്ടപ്പെട്ട 2 വിരലുണ്ടല്ലേ അടിച്ച് മെസ്സേജ് അയക്കും. അതെങ്ങനെ സാധിക്കുന്നു? അത് നിങ്ങൾ ആ സോഫ്റ്റ്വെയറോട് ജനിച്ച മക്കളായതുകൊണ്ടാണ്. അപ്പോഴും മനസ്സിലാക്കുക, ഈ വേഗതക്കനുസരിച്ച് ലോകം സഞ്ചരിക്കുന്ന സമയത്തും ഈ വേഗതയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം, ഈ വേഗത നമ്മളെ പരിക്കേൽപ്പിക്കുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നമ്മളതിൻ്റെ ഐഡൻറ്റിറ്റി ചെയ്ത് മറ്റൊന്നാക്കി തീർക്കുന്നുണ്ടോ? ഈ സ്ക്രീൻ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നില്ലേ ഇപ്പം മൊബൈലിൻ്റെ? എന്താ സ്ക്രീൻ അഡിക്ഷൻ്റെ പ്രത്യേകത? ഒരിക്കലും ഈ മിഷനിൽ നിന്ന് വിരൽ പിൻവലിക്കാൻ കഴിയില്ല നമുക്ക്. അത് അല്ലാത്ത വിധം ഇങ്ങനെ അതിനോടുള്ളൊരു തേസ്റ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ പോലും അറിയാതെ, അല്ല നമ്മൾ പോലും അറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമമാണ്. ഈ പരിണാമത്തെ അതിനകത്ത് തന്നെ ജീവിക്കുന്ന മനുഷ്യരായി മനസ്സിലാക്കാനും, നമ്മുടെ ഉള്ളിൽ സാധാരണ ഒരു ജെനുവിനായ ഐഡൻറ്റിറ്റിക്ക് പകരം ഇതുകൂടി ചേർന്ന മറ്റൊരു ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നുണ്ടെന്നും, അതുകൊണ്ട് മിഷ്യൻ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറാതിരിക്കാനുള്ളൊരു ജാഗ്രതയും, നമുക്കനുസരിച്ച് വർക്ക് ചെയ്യുന്ന മിഷ്യനെ മാറ്റാനും ഉള്ള ശ്രമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിലായോ? അതായത് അതിനനുസരിച്ച് നമ്മൾ മാറുകയല്ല, മറിച്ചോ നമുക്കനുസരിച്ച് അതിനെ മാറ്റുക എന്നുള്ളതാണ് ലോജിക്ക്. ഇത് വളരെ ഭയങ്കരമായ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ബാക്കിയൊക്കെ ഇത് വളരെ പോസിറ്റീവായി. ഇപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതാണല്ലോ ഇപ്പോൾ സാറ് പറഞ്ഞത്, അല്ലേ? എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്ത് ഉപയോഗിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇതിനോട് കൂടുതൽ അറ്റാച്ച് ചെയ്യപ്പെടുകയും ചെയ്യൂ വരും കാലത്ത്. ഇത് മുന്നോട്ടേ പോവുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ജെനുവിനായ ഒരാളെന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്ന നമ്മുടെ വ്യക്തിത്വത്തെ മറ്റൊന്നായി കൺവെർട്ട് ചെയ്യപ്പെടാതിരിക്കാൻ പാകത്തിൽ ഈ മൊബൈലിനെ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയെ, അല്ലെങ്കിൽ ഈ സൈബർ സ്പേസിനെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക. അതിൻ്റെ അധികാരി നമ്മളാവണം, നമ്മുടെ അധികാരി അതാവരുത്. ഇതാണ് ഇഷ്യൂ. മനസ്സിലായോ? ഈ മട്ടിൽ ഇതിനെ വളരെ വളരെ സെൻസിബിളായി കൈകാര്യം ചെയ്യാനുള്ളൊരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടേണ്ടത്. അത് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അത് നിരന്തരമായി. ഇപ്പം പറഞ്ഞില്ലേ സാർ, നമ്മളൊരു ഒരു വേദിയിലേക്ക് വരുന്ന സമയത്ത്, ഒരു ചടങ്ങിലേക്ക് വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ സൈലൻറ്റ് മോഡിൽ ഇടുക എന്ന് പറയുന്ന ഒരു ബേസിക് കൾച്ചറിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ? ഒരു അടിസ്ഥാനപരമായ കൾച്ചറിൻ്റെ പ്രശ്നമാണ്. ഈ കൾച്ചർ നമ്മൾ ശീലിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് ശീലിക്കാൻ ഈ മിഷൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല, മറിച്ചോ നിരന്തരം ഇത് നമുക്ക് ഉപയോഗിക്കാനാണ് നമ്മളെ തേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനോട് തിരിഞ്ഞു നിൽക്കാനും, അതിനെ ഒന്ന് വിമർശനാത്മകമായി പരിശോധിക്കാനും, എന്നിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ രൂപപ്പെട്ടു വരുന്ന ഈ സൈബർ സെൽഫിനോട് ചിലതെല്ലാം ചോദിക്കാനും, നമ്മുടെ ഒരു ജെനുവിനായ ഐഡൻറ്റിറ്റിയെ കളയാതിരിക്കാനുമുള്ള ഒരു ജാഗ്രത ഈ സൈബർ കാലത്ത് വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് അങ്ങനെ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് മാത്രമേ
ഈ നമ്മുടെയൊക്കെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് കളയാതിരിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഒന്നിനെയും ഭയന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ AI വരുന്നു, ടീച്ചേഴ്സിൻ്റെയൊക്കെ പേടി ടീച്ചേഴ്സിന് പകരം ഇനി AI ആവുമെന്നാണ്. ഭയക്കേണ്ടതുമാണ്. പക്ഷേ AI തന്നെ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഉൽപ്പന്നമാണല്ലോ, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ അത് ബാധിക്കാനൊന്നും പോകുന്നില്ല. അതിൽ ബേജാറൊന്നും ആവേണ്ട കാര്യമില്ല. AI കഥ നോവൽ എഴുതുമെന്നാണ് നോവലിസ്റ്റുകളുടെ ബേജാറ്. AI കവിത എഴുതുമെന്നാണ് കവികളുടെ ബേജാറ്. ഒന്നും ബേജാറാവണ്ട. കാരണം AIനെ മറ്റൊരു കവിയായി സങ്കല്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഈ മട്ടിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നാം തന്നെ സംരക്ഷിക്കാൻ പാകത്തിൽ ഈ സൈബർ സ്പേസിനെ, നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് വരുന്ന സൈബർ സെൽഫിനെ തിരിച്ചറിയാനുള്ള ഒരു ജാഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും അഭിപ്രായമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു പ്രകാശ് മാഷ്. നമ്മൾ സൈബർ സെൽഫ് ഐഡൻറ്റിറ്റിയെക്കുറിച്ചും തൊട്ടു മുമ്പ് നമ്മോട് സംബന്ധിച്ച ഡോക്ടർ വിനോദ് സാർ പറഞ്ഞതുപോലെ ഒരു സൈബർ കോമൺ സെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ശരിക്കും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മളിലേക്ക് വരികയാണ്. സൈബർ വേൾഡിൽ, സൈബർ യുഗത്തിൽ നമ്മുടെ കരിയർ എക്സ്പോയിലാണ് നമ്മളുള്ളത്. ഒത്തിരി കരിയർ പോസിബിലിറ്റീസും വളർന്നു വരും. അത്തരം സാധ്യതകൾ സൈബർ സെക്യൂരിറ്റി മേഖലയിലെ വളർന്നു വരുന്ന സാധ്യതകളും പഠന മേഖലകളും നമുക്ക് വിനോദ് സാറോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സർ പ്ലീസ്. ഈ സൈബർ വേൾഡിൽ നമ്മൾക്ക് പല തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പഠന മാർഗങ്ങളും ജോലി മാർഗങ്ങളും ഉണ്ട്. ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻസും ജോബ് ഓപ്പർച്യൂണിറ്റീസും കരിയർ ഓപ്ഷൻസും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ IT, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഈ ഏരിയാസൊക്കെ തന്നെ സ്ഥിരമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഏരിയയാണ്. ഇതിലേതിലെങ്കിലും ഒന്നിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളുകളാണ് സൈബർ വേൾഡിലേക്ക് വരാൻ നല്ലത്. അതായത് സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്സ്, ഈ 2 ഏരിയാസാണ് സൈബർ വേൾഡിൽ സൈബർ എന്ന വാക്കോട് കൂടി വരുന്നത്. കാര്യമായിട്ട് ഈ ഏരിയയിൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യണ ഏരിയയിൽ 2 മേജർ സ്പെഷ്യലൈസേഷനാണ്. ഒന്ന് സൈബർ സെക്യൂരിറ്റിയും ഒന്ന് സൈബർ ഫോറൻസിക്സും. ഇത് രണ്ടും പഠിക്കാൻ നല്ലത് ബേസിക് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ്കാർ ആവുകയാണ് നല്ലത്. അല്ലെങ്കിൽ MCA അങ്ങനെ BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ആ ഏരിയയിൽ പഠിച്ച ഡിഗ്രി എടുത്തതിന് ശേഷം ഹയർ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് മാത്രം, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയ്ക്ക് മാത്രം ഈ സൈബർ സെക്യൂരിറ്റിയിലേക്കോ സൈബർ ഫോറൻസിക്സിലേക്കോ വരണതാണ് നല്ലത്. അതെന്താ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇതിൽ രണ്ടിലും സൈബർ സെക്യൂരിറ്റിയിലായാലും സൈബർ ഞാനൊരു പ്രധാന കാര്യം മറന്നുപോയി. എന്താണ് ഈ സൈബർ സെക്യൂരിറ്റിയും സൈബർ ഫോറൻസിക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ മറന്നുപോയി. സൈബർ ക്രൈം നടക്കുന്നത് വരെ ഉള്ള കാര്യങ്ങളാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ ക്രൈം നടന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് സൈബർ ഫോറൻസിക്സ്. ഒരൊറ്റ സെൻറ്റൻസിൽ പറഞ്ഞ് തീർക്കാമെങ്കിൽ ഇങ്ങനെയാണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ, ക്രൈം നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മൊബൈലിലാണെന്നുണ്ടെങ്കിൽ, ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ പെർമിഷൻ മാനേജർ എന്ന് പറഞ്ഞ ഒരു ആപ്പ്, അതൊരു ആപ്പാണ് പെർമിഷൻ മാനേജർ. അത് നോക്കിക്കഴിഞ്ഞാൽ ബോഡി സെൻസർ, കാലണ്ടർ, ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണും. അതിൽ ഇന്നത് ക്ലിക്ക് ചെയ്താൽ ഇന്ന പോയി ഡോണ്ട് അലൗ, ആസ്ക് എവറി ടൈം,
എന്നൊക്കെ പറഞ്ഞ് ഇതൊരു നല്ലൊരു ആപ്പല്ലേ? ഇത്ര നല്ലൊരു ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെന്ന് നിങ്ങൾ ഒരു പക്ഷേ ഇന്നാവും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ആ ആപ്പിൻ്റെ ഉപയോഗം ഇന്നായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷെ അത്രയും നല്ലൊരു ആപ്പല്ലേ ഇതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൻഡ്രോയിഡിൻ്റെ അവിടെ ഇരിക്കുന്ന പിന്നെ കമ്പനിയിൽ നല്ലൊരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ഉണ്ടെന്നും അയാളത് ഭംഗിയായിട്ട് ചിന്തിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് കൃത്യമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ മൊബൈലിൽ ഇട്ട് തന്ന് നല്ലൊരു ക്രൈം നടക്കാതിരിക്കാൻ, നിങ്ങൾ കുടുങ്ങാതിരിക്കാൻ, നിങ്ങളൊരു ക്രൈമിൽ ട്രാപ്പിലാവാതിരിക്കാൻ എന്തൊക്കെ വേണമെന്ന് അയാൾ അവിടെ ഇരുന്ന് ചിന്തിച്ച്, ഒരു ടീം ഇരുന്ന് ചിന്തിച്ച് ഒരു നല്ലൊരു ആപ്പ് ഉണ്ടാക്കി നിങ്ങളുടെ മൊബൈലിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. 10,000 രൂപയോ 15,000 രൂപയോ 30,000 രൂപയോ കൊടുത്തിട്ട് നിങ്ങൾ മൊബൈലും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര നല്ലൊരു ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്നാണ് അറിഞ്ഞതെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ ഒരു നല്ല സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിനെ പറ്റുള്ളൂ. നിങ്ങൾ ട്രാപ്പിലാവാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കാൻ, അതിനുള്ള ആപ്പുകൾ ഉണ്ടാക്കാനും അതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ടാക്കാനും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കാനും, ഇതാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള സ്പെഷ്യലൈസേഷൻ. കമ്പ്യൂട്ടർ സയൻസിലെ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷനാണ്. സൈബർ ഫോറൻസിക്സ് എന്ന് പറഞ്ഞാൽ ക്രൈം നടന്നതിന് ശേഷമാണ്. ഈ ക്രൈം നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങളാകെ മാറി. നിങ്ങൾ ട്രാപ്പിലായി കഴിഞ്ഞാൽ, സൈബർ ട്രാപ്പിലായ ഒരാളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സൈബർ ട്രാപ്പിലായ ഒരാളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കൈ പൊന്തിക്കൂ. സൈബർ ട്രാപ്പിലായ ഒരാളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനൊരു 24 വർഷമായിട്ട്, 23 വർഷമായിട്ട്, പ്രത്യേകിച്ച് 24 വർഷമായിട്ട് ഡെയിലി ഒരാളെ വെച്ചെങ്കിലും കാണുന്നുണ്ട്. എൻ്റെ മുമ്പിൽ വരുന്നതിൽ 10 ആൾ വന്നാൽ 9 ലേഡീസാണ്. അല്ലെങ്കിൽ 100 ആൾ വന്നാൽ 90 ലേഡീസാണ്. ട്രാപ്പിലായി പോയാൽ അവരുടെ മുഖം കണ്ടറിയാം. മിക്കവാറും എല്ലാവരും സൂയിസൈഡൽ ടെൻഡൻസി ടോപ്പ് ക്ലാസ് ആയിട്ട് കാണിക്കുന്നവരാണ്. ചിലവർ കുടുംബം അടക്കം. മൊബൈൽ സൈലൻറ്റ് മോഡിൽ ഇടണമെന്ന് പറഞ്ഞിട്ടും സൈലൻറ്റ് മോഡിൽ ഇടാത്ത ഒരു ഓർഗനൈസർ ഉണ്ട് ഇവിടെ. അത് കുട്ടികളൊക്കെ ഇട്ടു, പക്ഷെ വലിയവർക്ക് അത് ബാധകമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ട്രാപ്പിലായി പോയ ഒരാളെ, അത് ആണായാലും പെണ്ണായാലും രണ്ടായാലും, ഞാൻ നമ്പർ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പ്രാക്ടിക്കൽ പറയുക, പക്ഷേ ആണായാലും പെണ്ണായാലും ട്രാപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും റിയൽ ഇഷ്യൂ ആണ്. റിയൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കെ പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ഏതൊക്കെ ലെവലിൽ ട്രാപ്പിലായി പോയവരെ ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഉറക്കെ പറയാൻ പറ്റില്ല. ഒരു വേദിയിലിരുന്ന് ഉറക്കെ പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് ആളുകളെ, സൈബർ ട്രാപ്പിലായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് കണ്ട് അവരായിട്ട് നേരിട്ട് സംസാരിച്ച് അവരുടെയൊക്കെ പല പ്രശ്നങ്ങളും നേരിട്ട് സോൾവ് ചെയ്ത് കൊടുത്ത്, പല പ്രശ്നങ്ങളും പോലീസ് വഴിക്ക് സോൾവ് ചെയ്ത് കൊടുത്ത്, ഇന്ന പോലെ നീങ്ങിയാൽ ആ പ്രശ്നം തീരും എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ ഇതുണ്ട്. എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാതെ ഇത് മാത്രമല്ല, പല കേസിലും പോലീസിൽ നിന്നാണെന്നുണ്ടെങ്കിലും റിക്വസ്റ്റ് വരും ചില സൈബർ തെളിവുകൾ എടുക്കാൻ. ഇൻ്റലിജൻസിൽ നിന്നാണെങ്കിൽ റിക്വസ്റ്റ് വരും സൈബർ തെളിവ് എടുക്കാൻ. പല കേസിൽ കോടതികൾക്ക് വേണ്ടിയിട്ട് സൈബർ തെളിവുകൾ പുറത്തെടുക്കാനുള്ള കോൾസ് വരും. അപ്പോൾ അവിടെ പോയിട്ട് കോടതിയിൽ പോയിട്ട് അത് ചെയ്തു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷന് വേണ്ട സൈബർ തെളിവുകൾ എടുത്ത് കൊടുക്കലാണ് സൈബർ ഫോറൻസിക് എക്സ്പേർട്ടിൻ്റെ ജോലി. അവിടെ ഞാൻ പഠിച്ചത് ക്രൈമൊന്നുമല്ല, ഞാൻ പോലീസിലൊന്നുമല്ല, ഞാൻ പഠിച്ചത് പ്യോർലി കമ്പ്യൂട്ടർ സയൻസാണ്. മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും മാത്രമാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഏരിയ. അത് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പോയി പരീക്ഷ എഴുതിയാൽ 100-ൽ 100 കിട്ടും. കെമിസ്ട്രി എഴുതിയാൽ തോറ്റും പോകും.
സുവോളജി എഴുതിയാൽ തോറ്റുപോവുകയും ചെയ്യും. അങ്ങനത്തെ ആളാണ്. എന്താ മാത്സോ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനത്തെ ഒക്കെ എഴുതി കഴിഞ്ഞാൽ 100 കിട്ടും ചെയ്യും. അപ്പോൾ അത്രയും വീക്ക്നെസ്സും പ്ലസ് പോയിന്റ് പോലെ തന്നെ വീക്ക്നെസ്സും ഉള്ള ഒരാളാണ്. എന്താ കഷ്ടപ്പെടണം. എനിക്ക് സുവോളജിയിൽ ഒരു 70 മാർക്ക് 70% 80% മാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ 1 മാസം കഷ്ടപ്പെടണം. അതിൻ്റെ പിറ്റേ ദിവസം നടന്ന മാത്സ് എക്സാമിൽ 100 മാർക്ക് ഉണ്ടാക്കാൻ ഒറ്റ ദിവസം എനിക്ക് കഷ്ടപ്പാട് കാണില്ല. അത്രയും വീക്ക്നെസ്സും പ്ലസ് പോയിന്റും ഉള്ള ഒരാൾ ഒന്ന് കൂട്ടിയാൽ മതി. ഈ പോയി കൈ തൊട്ട് വർക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് തുടങ്ങി മുമ്പോട്ട് നീങ്ങി ഒരു നേരെ പോയി തുടർന്ന് തെളിവിൻ്റെ മുകളിലാവും. അതൊരു ദൈവാധീനം എന്ന് കൂട്ടിയാൽ മതി. എത്ര തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ആ തെളിവ് തിരിച്ചെടുക്കാനുള്ള ഒരു എക്സ്പെർട്ടീസ് അല്ല, ദൈവാധീനം ഇത് കൂട്ടിയാൽ മതി. അത് ആ ഹാർഡ് കോർ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഹാർഡ് കോർ മാത്തമാറ്റിക്സിൻ്റെയും ഒരു പ്രത്യേകതയാണത്. അതിലെങ്ങനെ ഇൻവോൾവ് ആയിട്ട് ജീവിക്കാൻ, എൻജോയ് ചെയ്ത് ജീവിക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്താ, ഒരു തെളിവ് എടുത്തു കൊടുത്താൽ പെട്ടെന്ന് പോലീസ് ഓഫീസേഴ്സിൻ്റെ ഇടയിലും ഇൻ്റലിജൻസ് ഓഫീസേഴ്സിൻ്റെ ഇടയിലും ജഡ്ജിമാരുടെ ഇടയിലൊക്കെ പാട്ടാവുക, ഇന്ന ആളെ കോൺടാക്ട് ചെയ്താൽ ആ തെളിവ് പുറത്തു വരും. ഇന്ത്യക്ക് പുറത്തും എന്താ പ്രചരിക്കും, ഇന്ന ആളെ കേരളത്തിൽ നിന്ന് ഇന്ന ആളെ വിളിച്ചു കൊടുത്താൽ മതി, അത് തെളിവ് വരും, പുറത്തു വരും എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ പോയി ഞാനൊരു വെറും IT കാരനായിരുന്നു, ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു കഴിവും ഈ ഒരു എഡ്യൂക്കേഷനും അതിൽ ഡോക്ടറേറ്റും ഒക്കെ കാരണം കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് ഒരു സൈബർ എക്സ്പേർട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതിൽ PhD ഒക്കെ അതിലാണ്. ഞാൻ എഴുതിയ പുസ്തകമാണ് അമേരിക്കയിൽ റെഫറൻസ് ബുക്ക്, ജുഡീഷ്യറിയിൽ റെഫറൻസ് ബുക്ക്. അതും വേറെയും കാരണം ഉണ്ടാവും. എന്തായാലും അതൊന്നുമല്ല കാര്യം. പക്ഷെ ആ ഫീൽഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. ഞാൻ എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ടല്ല പറയണത്, ഞാനുള്ള ഫീൽഡിനെ പറ്റിയിട്ടാണ്. സൈബർ തെളിവുകൾ പുറത്തെടുത്ത് ക്രൈം തെളിയിക്കുക. ഇന്നത്തെ കാലത്ത് എല്ലാ തരം ക്രൈമിലും സൈബർ തെളിവ് കാണാം. എല്ലാ തരം ക്രൈമിലും സൈബർ തെളിവ് കാണാം. സൈബർ ക്രൈമിൽ മാത്രമല്ല. ഇപ്പം ഞാൻ പറയാം, ഒരു 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 പ്രത്യേക ഒരു റേപ്പ് കേസ് സൈബർ ക്രൈം ആണോ അത്? അല്ല. വീട്ടിൽ കള്ളം കയറി ഒരു 50 ലക്ഷം രൂപയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയി. സൈബർ ക്രൈം ആണോ? അല്ലല്ലോ. അല്ല. ഒരു റേപ്പ് നടന്നു എന്ന് കേട്ടാൽ ആദ്യം അവിടെ ഇരിക്കുന്ന പോലീസുകാർ ആദ്യം ലാപ്ടോപ്പ് എടുക്കും. എന്തിനാ ഈ ലാപ്ടോപ്പ് എടുക്കണേ? ഒരു റേപ്പ് നടന്നു എന്ന് കേട്ടാൽ ലാപ്ടോപ്പാണോ എടുക്കേണ്ടത്? വേഗം അവിടെ പോയിട്ട് ആരാണ് അത് ചെയ്തതെന്നൊക്കെ നോക്കി ലാപ്ടോപ്പ് എടുക്കുക. എന്തിനാ ഈ ലാപ്ടോപ്പ് എടുക്കണേ? ആ റേപ്പ് നടന്ന ഏരിയയിൽ ഉണ്ടായിരുന്ന ഫോണുകളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ. അവിടെ അയാൾ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടാവാം, അത്രയേ ഉള്ളൂ. ഉണ്ടെന്ന് ഉറപ്പൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടാവും, സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും, യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. സ്വിച്ച് ഓൺ ചെയ്ത് കിടക്കുന്നുണ്ടാവും, യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ഉണ്ടോ ആ ഏരിയയിലൊക്കെ? നോക്കുമ്പോൾ 1000 10,000 ലക്ഷക്കണക്കിന് ഫോൺസ് ഉണ്ടാവും. അത് സാരില്ല എന്ന് പറയും സൈബറുകാർ. ലക്ഷക്കണക്കിന് ഫോൺസ് ഉണ്ടാവും, അതൊന്നും സാരില്ല, അതൊക്കെ നമുക്ക് നോക്കാമെന്ന്. അതിന്ന് ഇങ്ങനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 3-4 ഫോൺ നമ്പറിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. വെറും 3-4 ഫോൺ നമ്പർ. ആ ലിസ്റ്റ് ഉണ്ടാക്കിയ ഓഫീസർക്ക്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഈ 3-4 പേര് അവരുടെ അഡ്രസ്സ് ഇതാണ് കേട്ടോ, ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അവരെന്ന് പിടിച്ച് 4 പൊട്ടിച്ചപ്പോൾ ആരാ റേപ്പ് ചെയ്തതെന്ന് തെളിവ്. കറക്റ്റ് അവിടെ പോയിട്ട് ആ 4 പേരെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിലൊരാളായിരിക്കും റേപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇതെങ്ങനെ സൈബറുകാർക്ക് മനസ്സിലായി? ഈ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒരു മുറിയിലോ ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യണ പോലീസുകാർക്ക് ഇതെങ്ങനെ മനസ്സിലായി അയാളാ റേപ്പ് ചെയ്തിട്ടുള്ളതെന്ന്? കൃത്യമായിട്ട് കോൾസ് അനലൈസ് ചെയ്യാനും കോൾസ് അനലൈസ് ചെയ്തിട്ട് അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ ഇതും വെച്ചിട്ട് നോക്കിയിട്ട്
അതും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഫോൺസ് ഉണ്ടാവും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ചെട്ടിയങ്ങാടി ഭാഗത്ത് ആണ് ഒരു റേപ്പ് നടന്നതെന്ന് വിചാരിക്കാം. അതിൻ്റെ ചുറ്റുമുള്ള ടവറുകളൊക്കെ കൂടി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എത്ര പേരുണ്ടാവും? ഒരു 10 ലക്ഷം ആൾക്കാരുണ്ടാവും. ഒരു 10 ലക്ഷം മൊബൈൽ ഫോൺസ് ഈ ചെട്ടിയങ്ങാടിയുടെ ചുറ്റുമുള്ള ഈ ടവറുകളിലൊക്കെ കൂടി ഇപ്പോൾ കാണാം. ഈ 10 ലക്ഷം ഫോണിൽ നിന്ന് ഇവരിങ്ങനെ അനലൈസ് ചെയ്തിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ 8 മണിക്കൂറോ 10 മണിക്കൂറോ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലിസ്റ്റ് 3-4 നമ്പറുകളുടെ ലിസ്റ്റ് എടുത്തിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയാണ്. ഇവരെ പോയി പൊടിച്ചോ, 4 പൊട്ടിച്ചോ മനസ്സിലാവും എന്ന്. അതിലൊരാളായിരിക്കും, ഡെഫിനറ്റായിട്ട് അതിലൊരാളായിരിക്കും. ഇതെങ്ങനെ സൈബറുകാർക്ക് മനസ്സിലായി? അതാണ് സൈബർ ഫോറൻസിക്സിൻ്റെ പവർ. ഇതേപോലെ തന്നെ ഇപ്പം കൊച്ചിയിൽ പോർട്ടിൽ ഒരു 25 കണ്ടെയ്നർ വന്നു. വലിയ കണ്ടെയ്നേഴ്സ് നിറയെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വരണതായിരിക്കും. ഇലക്ട്രിക്കൽ സാധനങ്ങൾ വന്നു. അതിനൊക്കെ കൂടി വിലയിട്ടു. വിലയുണ്ട്, ബില്ലൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്നു, എല്ലാ ബില്ലുകളൊക്കെ നോക്കി, ഇതൊരു 30 കോടിയുടെ സാധനമുണ്ട്. ബില്ലിൽ കൃത്യമാണ് 30 കോടിയുടെ സാധനമുണ്ട്. 30 കോടിക്ക് ഇത്ര റുപ്യ ഡ്യൂട്ടി അടയ്ക്കണം. അതിനനുസരിച്ച് അവർ ഡ്യൂട്ടി അടച്ചിട്ടുണ്ട്. കസ്റ്റംസിന് ഒരു സംശയം, ഇത് 30 കോടിയുടെ അല്ലല്ലോ, ഇത് 30 കോടിയുടെ സാധനം അല്ലല്ലോ, അതിലധികം ഉണ്ടല്ലോ, ഇത് 60 കോടിയുടെ അല്ലെങ്കിൽ 50 കോടിയുടെ സാധനം ഉണ്ടല്ലോ. അപ്പോൾ 50 കോടിക്ക് ടാക്സ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട സാധനമാണല്ലോ, ഇത് 30 കോടിക്ക് അടച്ചിട്ടുള്ളല്ലോ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പോൾ ഇവർക്ക് ഈ ബില്ല് ഫോറിൻ കമ്പനി ബില്ലൊക്കെ അവിടുന്ന് തന്നെ ഈ സാധനത്തിൻ്റെ കണ്ടെയ്നറിൻ്റെ ഒപ്പം ബില്ല് വന്നിട്ടുണ്ടാവും, വേറെയും ബില്ല് അയച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ ആൾക്കാർ ആ ബില്ല് പോയി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം 30 കോടിയുടെയാണ്. പക്ഷേ കസ്റ്റംസിന് സംശയം ഇത് 50 കോടിയുടെ ആണല്ലോ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫോറിൻ നിന്നുള്ള കമ്പ്യൂട്ടറിൽ ബില്ലുകളൊക്കെ വന്നിട്ടുള്ളതൊക്കെ അവിടുന്നാണ്, ഫോറിൻ നിന്നാണ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? അവിടെയാണ് സൈബർ ഫോറൻസിക്സുകാരുടെ പ്രത്യേകത. അങ്ങനെ പോയി തെളിവ് തപ്പി പോയി അത് തെളിവുകൾ എടുത്തിട്ട് പ്രൂവ് ചെയ്യും. ഇത് 50 കോടിയുടെ സാധനമാണ് കേട്ടോ, ഇതാ തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും. ആ തെളിവുകൾ വെച്ചിട്ട് ഇവർ 50 കോടിക്ക് ഡ്യൂട്ടി ഇടും, കേസ് ചാർജ് ചെയ്യും, അറസ്റ്റ് ചെയ്യും, കോടതിയിലെത്തും. ജഡ്ജി ചോദിക്കും തെളിവ് എവിടെ, ഇത് 50 കോടിയുടെ എന്നുള്ളതിന് തെളിവ് എവിടെ ചോദിക്കും. ഇതാ സൈബർ ഫോറൻസിക് എക്സ്പേർട്ട് എടുത്തു തന്ന തെളിവ്. ശരിയാണല്ലോ, ഈ തെളിവ് കറക്റ്റാണല്ലോ. ഈ അവിടുന്ന് അയച്ചവരും ഇവിടെ റിസീവ് ചെയ്തവരും എല്ലാ കമ്പനിക്കാരും ഈ സാധനം ഇമ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ അന്തം വിടും. ഈ തെളിവ് എങ്ങനെ സാർ നിങ്ങൾക്ക് കിട്ടി? ഞങ്ങൾ ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് ഇരുന്ന് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഞങ്ങൾ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഈ ബില്ല് 50 കോടിയുടെ ബില്ല് 30 കോടിയാക്കി കുറച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ചെയ്തതാണ്, ഇന്ത്യയിലല്ല ചെയ്തത്. ഈ സാധനം എങ്ങനെ സാറിൻ്റെ മുമ്പിൽ വന്നു? സംഭവം ശരിയാ, തെളിവ് തന്നെയാണ്. അത് കോടതിയിൽ വാദിക്കുന്നത് തെളിവല്ലാന്ന്, ഇത് ഞങ്ങളല്ല ഇതെന്ന് വാദിക്കും. പക്ഷേ ഇവർ പേഴ്സണലി ഞങ്ങളോട് പറയും ഇതെങ്ങനെ വന്നു, എവിടെ നിന്ന് കിട്ടി സാർ, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇരുന്ന് ചെയ്ത സാധനം സാറിൻ്റെ ലാപ്ടോപ്പിൽ എങ്ങനെ വന്നു? ഇതാണ് സൈബർ ഫോറൻസിക്സിൻ്റെ പ്രത്യേകത. ഈ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ക്രൈം കണ്ടാൽ മുട്ട് വിറക്കരുത്, ക്രൈം കണ്ടാൽ ഉഷാറാവണം നമ്മൾ. ആ ക്രൈം പ്രൂവ് ചെയ്തേ അടങ്ങും. ആ പ്രൂവ് ചെയ്ത് അത് തെളിവോട് കൂടി എടുത്ത് മുമ്പിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ ജോലി തീർന്നു. നമ്മൾ വലിയ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒന്നുമല്ല, നമ്മൾ വെറും കമ്പ്യൂട്ടർ സയൻസുകാരെ പാവങ്ങൾ, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒന്നുമല്ല. ഇൻവെസ്റ്റിഗേഷനൊക്കെ വേറെ പോലീസുകാരുടെ ജോലി, അല്ലെങ്കിൽ അവർ ചെയ്തോളണം. അവർക്ക് ഇൻവെസ്റ്റിഗേഷന് തെളിവ് വേണോ പറഞ്ഞാൽ മതി. സൈബർ തെളിവാണെങ്കിൽ തപ്പിയെടുത്ത് നോക്കി ഇതാ തെളിവ് അടക്കം. അത് വെറുതെ തെളിവെടുത്ത് കൊടുത്താൽ പോരാ, അതിനൊരു പ്രൊസീജിയർ തന്നെ ഉണ്ട്. അത് പ്രസൻറ്റ് ചെയ്യാനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൽ തന്നെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒപ്പിട്ട് ഇത് പ്രൈവറ്റ് സെക്ടറിലാണോ ഗവൺമെൻറ് സെക്ടറിലാണോ ഈ എക്സ്പേർട്ട് വർക്ക് ചെയ്യണേ എന്നുള്ളത് പ്രശ്നേ അല്ല.
കാരണം ഞാൻ 100% പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്ത ആളാണ്. 100% പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്ത എന്നെ പിടിച്ചിട്ട് കേരളത്തിലെ DGP സ്വന്തം അഡ്വൈസറായിട്ട് വെക്കണമെങ്കിലോ, കേരളത്തിൽ ഒരുപാട് കോടതികളിൽ ഒരുപാട് ജഡ്ജിമാർ എന്നെ ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ട് വെക്കണമെങ്കിൽ ഓരോ കേസിൽ 100% പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്ത ഒരാൾ കേരള ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാരില്ലായിട്ടാണോ അഡ്വൈസറായിട്ട് വെക്കാൻ? കേരള ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാരില്ലായിട്ടാണോ? ജുഡീഷ്യറിയിൽ ഉദ്യോഗസ്ഥന്മാരില്ലായിട്ടാണോ? സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരില്ലായിട്ടാണോ എന്നെ പിടിച്ചിട്ട് ഒരുപാട് കേസിൽ ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ട് ജുഡീഷ്യറി പല ജഡ്ജിമാരും വെച്ചിട്ടുള്ളത്? അവർക്കതൊന്നും പ്രശ്നമല്ല. പ്രൈവറ്റ് സെക്ടറിലാണോ ഗവൺമെൻറ് സെക്ടറിലാണോ ഒന്നുമല്ല, അവർക്ക് നോളജും കഴിവും മാത്രം. അവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. നോളജും കഴിവും മാത്രമേ ഉള്ളൂ, മെറിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചില ജോലികളുണ്ട് കേരളത്തിൽ, ഈ ലോകത്ത്, ഇന്ത്യയിൽ അപൂർവം ജോലികളേ ഉള്ളൂ ഇത്. അങ്ങനെയുള്ള അത്തരം ജോലികൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലായാലും ഗവൺമെൻറ് സെക്ടറിലായാലും നിങ്ങളെ തേടി വരും. ബാക്കിയുള്ള ജോലികൾക്കൊക്കെ പല കണ്ടീഷൻസും മറ്റത് അതൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ ഈ ജോലിക്ക് അങ്ങനെ ഇല്ല. അവിടെ എക്സ്പെർട്ടീസ് എവിടെയായാലും പ്രൈവറ്റ് സെക്ടറിലായാലും എവിടെയായാലും ജഡ്ജിമാർ തൂക്കിയെടുത്ത് കൊണ്ടുവരും. ഈ ജോലി ചെയ്യാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇതൊരു എക്സ്പെർട്ടീസാണ്. അസാമാന്യ എന്താ പറയട്ടെ, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതും എന്നാൽ അസാമാന്യ ക്രൈം കണ്ടാലും മുട്ട് വരയ്ക്കാൻ പാടില്ലാത്തതും ആയിട്ടുള്ളൊരു ജോലി കമ്പ്യൂട്ടർ സയൻസുകാരനാണ് ചെയ്യണത്. അതുകൂടി ആലോചിക്കണം. കമ്പ്യൂട്ടർ സയൻസുകാരെന്ന് പറഞ്ഞാൽ പൊതുവേ ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്ന്, ഒരു മുറിയുടെ ഉള്ളിൽ ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്ന് വലിയ ഒരു ബഹളവും ഇല്ലാതെ ഇരുന്ന് ജോലി ചെയ്യണ ആൾക്കാരാണ്. പക്ഷേ ചെയ്യണത് ഇങ്ങനത്തെ ജോലിയാണ്. ഇതിനൊക്കെ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാൻ പാടുള്ളൂ. പക്ഷെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബേസിക് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലാവണം. അങ്ങനത്തെ ആൾക്കാർ വന്നാൽ മതി. അല്ലാത്ത ആൾക്കാർ വന്നാൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് സാറ്റിസ്ഫാക്ഷനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് വരും. പക്ഷെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ആ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സിനെ പറ്റിയിട്ട് നല്ല അറിവ് വേണം, അസാമാന്യ അറിവ് വേണം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ഇല്ല എന്നല്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഈ ഫീൽഡിൽ വന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഫീൽഡിൽ എക്സ്പേർട്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ട. കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ചില ഒരു ചില ചോദ്യങ്ങൾ വന്നാൽ അവർ പതറിപ്പോവും. അവിടെ കമ്പ്യൂട്ടർ സയൻസുകാർക്കേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർ ഈ ഫീൽഡിൽ വന്നാൽ മതി. ഇതേപോലെ തന്നെയാണ് സൈബർ സെക്യൂരിറ്റിയും. അതും ഒരുപാട് +1 +2 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഗൂഗിൾ നോക്കിയിട്ട് പല കാര്യങ്ങൾ പഠിച്ച് സൈബർ സെക്യൂരിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ കയറി അവിടെ ചില കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് എടുത്ത്, അതായത് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കയറി നിങ്ങളുടെ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് നിങ്ങളെ തന്നെ കാണിച്ചു തരാം. നിങ്ങളുടെ ഫോൺ സെക്യൂർഡ് അല്ല കേട്ടോ, നിങ്ങൾ ശരിക്കും ഫോൺ സെക്യൂർഡായിട്ട് വെച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരുന്നതല്ല. അത് എൻ്റെ മൊബൈലിൽ മാത്രം ഉണ്ടായിരുന്നത്, അത് നിനക്കെങ്ങനെ കിട്ടി? അത് എനിക്ക് അതിൽ കയറിയിട്ട് ആ ഫോട്ടോ എടുക്കാൻ പറ്റി. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഫോൺ സെക്യൂർഡാക്കി വെച്ചിട്ടില്ല എന്നാണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്, അല്ലാതെ ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്ന 10th സ്റ്റുഡൻസും +1 സ്റ്റുഡൻസും +2 സ്റ്റുഡൻസും ഒക്കെ ഉണ്ടപ്പോൾ ഈ ഹാക്കിങ്ങിൻ്റെ എല്ലാം മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മുഴുവൻ ഈ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടായി എന്നൊന്നും പറയാൻ വയ്യ. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ഒരുപാട് ബാലപാഠങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് വേണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സൈബർ സെക്യൂരിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. രണ്ടായാലും സൈബർ സെക്യൂരിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരായാലും സൈബർ ഫോറൻസിക്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരായാലും രണ്ടും 2 തരാണ്. ആദ്യം ഈ സൈബർ സെക്യൂരിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഹാർഡ് കോർ ക്രൈമും ക്രിമിനൽ ആക്ടിവിറ്റിയൊന്നും നേരിട്ട് കാണുക, ക്രിമിനൽസായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വിക്ടിംസിനെ നേരിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ സമാധാനിപ്പിക്കുക, അങ്ങനത്തെ ജോലികളൊന്നും വേണ്ട. പക്ഷേ സൈബർ ഫോറൻസിക്സുകാർക്ക് അതൊക്കെ വേണ്ടി വരും, പലപ്പോഴും വേണ്ടി വരും. ഈ ഡയറക്റ്റായിട്ട് പോലീസ് ഓഫീസേഴ്സായിട്ടും ഇൻവെസ്റ്റിഗേറ്റേഴ്സായിട്ടും വിക്ടിംസായിട്ടും ക്രിമിനൽസായിട്ടും ഒക്കെ ഡയറക്റ്റ് കോണ്ടാക്റ്റും കോടതി പോകേണ്ടി വരും. അവിടെ പ്രതിഭാഗം വക്കീലന്മാരുടെ അതിഭയങ്കരമായിട്ടുള്ള അബ്യൂസീവായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ തന്നെ നമ്മളുടെ നോളജാണ് നമ്മളെ രക്ഷിക്കുക. എവിടെ ചെന്നാലും ഭയങ്കര നമുക്ക് മനസ്സിന് അസാമാന്യ സംതൃപ്തി തോന്നുന്ന തരത്തിലുള്ള ജോലികളാണ്. ഇത്തരം ജോലികൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ സൈബർ ഫോറൻസിക്സിലേക്ക് പോവാം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലേക്ക് പോവാം. അതൊക്കെയാണ് കരിയർ ഓപ്ഷൻസ് ഈ ഫീൽഡിൽ. നമ്മളോട് ഇതുവരെ സംസാരിച്ചത് സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ഫോറൻസിക്, രണ്ട് കരിയർ മേഖലയെക്കുറിച്ചും നമുക്ക് നല്ലൊരു ധാരണ തരിക എന്നുള്ളതാണ് സാറുടെ ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. ദിസ് ഇസ് ദ ടൈം ടു ഓഡിയൻസ്. നമ്മുടെ കൂടെ പ്രകാശ് മാഷുണ്ട്. ഈ സൈബർ യുഗത്തിൽ നമ്മുടെ അക്കാഡമിക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സൈബർ മേഖലകൾ, സാധ്യതകൾ, കരിക്കുലത്തിലൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതകളെക്കുറിച്ചൊക്കെ സാറും നിങ്ങളോട് സംസാരിക്കും. ഈ സമയം വരെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ഒരു ടോക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചില സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കരിയറിനെ കുറിച്ചും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്കുള്ള സൈബർ ത്രെഡ്സിനെ കുറിച്ചൊക്കെ ഉള്ള എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ദിസ് ഇസ് ദ ടൈം ടു ഓഡിയൻസ്. ഹലോ സാറ്, നമുക്ക് സൈബർ സെക്യൂരിറ്റിയും ഈ ഫോറൻസിക്കും ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളുടെ കേരളത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ ഇതിൻ്റെ പഠന സാധ്യതകൾ എന്തെല്ലാം ഉണ്ട്? ഏതൊക്കെ കോഴ്സുകളാണ് ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ സാധ്യതകളിലേക്ക് എത്താൻ പറ്റുന്നതെന്നൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. സൈബർ സെക്യൂരിറ്റിയിലും കോഴ്സുകളുണ്ട്, സൈബർ ഫോറൻസിക്സിലും കോഴ്സുകളുണ്ട്. അതിൽ ചില ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ബിടെക് തന്നെ ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. പിന്നെ ടെക് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ഫോറൻസിക്സ് എന്ന് പറഞ്ഞിട്ട് ടെക് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് സീഡാക്കിൽ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. ഒരു 10-12 ബാച്ചുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. 12 അല്ല, 15-16 ബാച്ചുകൾ ഇറങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. 15 എക്സാമ്പിൾസ് 15 ബാച്ചുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആളുകൾ താല്പര്യമുള്ളതോടു കൂടി ആ ഫീൽഡിൽ പോവുകയാണെങ്കിൽ അതിൽ സർക്കാർ ജോലിക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, കാരണം സർക്കാരിലാണല്ലോ ഈ പോലീസും ഇൻ്റലിജൻസും ഒക്കെ വരണത്. അപ്പോൾ അത് ആ താല്പര്യം ഉണ്ടെങ്കിൽ ആ UPSC ടെസ്റ്റും കൂടി എഴുതണം. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ സൈബർ ഫോറൻസിക്സ് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ സൈബർ ഫോറൻസിക്സിൽ ടെക്കോ ബിടെക്കോ ടെക് എന്ന് തന്നെ കൂട്ടുക, ടെക് സൈബർ ഫോറൻസിക്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ UPSCയിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, ഇൻ്റലിജൻസ് ഓഫീസർ, IBയിലെ ഓഫീസർ, അതുപോലെ SI ടെസ്റ്റ്, പോലീസിൽ SI ടെസ്റ്റ്, അല്ലെങ്കിൽ പല ഇപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനകളിൽ SI ടെസ്റ്റുകൾ, ഇതിനൊക്കെ തയ്യാറെടുക്കണം പാരലലി. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സൈബർ സെക്യൂരിറ്റിയും സൈബർ ഫോറൻസിക്സും ഒക്കെ ടെക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സുഖമായിട്ട് PSCക്കും
ഇത്തരം എന്താ UPSC ടെസ്റ്റുകൾക്കൊക്കെ അത് എവിടെയെങ്കിലും ഒരു കോച്ചിങ്ങിന് പോയിട്ട് അതും കൂടി ഒന്ന് പഠിക്കുക. എന്നിട്ട് ഈ ടെസ്റ്റുകളൊക്കെ എഴുതുക. ഈ ഇൻകം ടാക്സ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, ഇൻ്റലിജൻസ് ഓഫീസർ IBയിൽ, അതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഉള്ള അത് കേന്ദ്ര സേനയിലും സംസ്ഥാന സേനയിലൊക്കെ പോലീസ് ഓഫീസർ ടെസ്റ്റുകളും ഇതൊക്കെ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ ഈ സൈബർ ഫോറൻസിക്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. കാരണം എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന ജോബിൽ ഇപ്പോൾ ഏത് പോലീസ് ഓഫീസറും ഏത് കസ്റ്റംസ് ഓഫീസറും ഏത് ഇൻകം ടാക്സ് ഓഫീസറും അങ്ങനത്തെ ഏത് ഓഫീസറായാലും ആധുനിക കാലത്ത് സൈബർ ഫോറൻസിക്സിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ഒരു ദിവസമില്ല. സൈബർ ഫോറൻസിക്സിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാത്ത ഒരു ദിവസമില്ല. അപ്പം ഇതറിയാത്ത ഓഫീസർമാരാണ് അധികം അവിടെ ഇരിക്കുന്നത്. ഈ ഇൻകം ടാക്സിലായാലും കസ്റ്റംസിലായാലും RAWയിലായാലും IBയിലായാലും സ്റ്റേറ്റ് പോലീസിലായാലും ഒക്കെ ഇതിനെക്കുറിച്ച് വലിയ ഗ്രഹീതമില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലേക്കാണ് ഓഫീസറായിട്ട് ഈ സൈബർ ഫോറൻസിക്സ് പഠിച്ച ഒരാൾ കയറി ചെല്ലുന്നത്. വൻ ഡിമാൻഡാണ് അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിലകത്ത് അങ്ങനത്തെ ആൾക്കാർക്ക്, അറിവുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതും കൂടിയും പാരലലി UPSC ടെസ്റ്റ് ഈ ഇത്തരം ജോലികൾ പാരലലി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കോച്ചിങ് കൂടി ചെയ്തിരിക്കണം എന്ന് മാത്രം. അത് ഞാൻ പറയാൻ മറന്നുപോയി. അത് സർക്കാർ ജോലി വേണ്ടവർക്ക്, സർക്കാർ ജോലിയല്ല പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ഉദ്ദേശം എങ്കിൽ ഇത്തരം പക്ഷെ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഈ ക്രൈം റിലേറ്റഡ് അസൈൻമെൻറ്റ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എൻ്റെ പോലത്തെ ഭാഗ്യം പ്രൈവറ്റ് സെക്ടറിൽ 100% വർക്ക് ചെയ്തിട്ടും ഇത്രയധികം പോലീസ് അസൈൻമെൻറ്റ്സും ഇൻ്റലിജൻസ് അസൈൻമെൻറ്റ്സും ജുഡീഷ്യൽ അസൈൻമെൻറ്റ്സും കിട്ടാൻ ഭാഗ്യം ഉള്ള പ്രൈവറ്റ് സെക്ടറിൽ അധികം ആൾക്കാരുണ്ടാവില്ല. മിക്കവർക്കും ഇത്രയധികം അസൈൻമെൻറ്റ്സ് ഇതിൻ്റെ 10-1 പോലും കിട്ടിയിട്ടുണ്ടാവില്ല. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്ത ആൾക്കാരിൽ അത്രയധികം എനിക്ക് കിട്ടിയിട്ടുണ്ട് അസൈൻമെൻറ്റ്സ്, ഗവൺമെൻറ് അസൈൻമെൻറ്റ്സ്. പ്രത്യേകിച്ച് പോലീസ് അസൈൻമെൻറ്റ്സും ജുഡീഷ്യൽ അസൈൻമെൻറ്റ്സും ഇൻകം ടാക്സ് കസ്റ്റംസ് റിലേറ്റഡും DRI ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ അസൈൻമെൻറ്റ്സും ഇൻ്റലിജൻസ് ഏജൻസികളുടെ അസൈൻമെൻറ്റ്സും ഒക്കെ തന്നെ സൈബർ ഫോറൻസിക്സിൽ കിട്ടുക എന്നുള്ളത് പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് അത്ര എളുപ്പമല്ല. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ ആ കമ്പനിയിൽ റിലേറ്റഡും കോർപ്പറേറ്റ് റിലേറ്റഡ് ക്രൈംസിൻ്റെയൊക്കെ ഒരുപാട് അസൈൻമെൻറ്റ്സ് അവർക്ക് കിട്ടും. പക്ഷെ അതിലൊക്കെ പോസ്റ്റുകളൊക്കെ വളരെ കുറവാണ് എന്ന് മാത്രം. അതുകൊണ്ട് ഇതൊന്നും ഈ പലർക്കും ഒരു പ്രശ്നമുണ്ട്. BSc ഫോറൻസിക് സയൻസ് ഇതിൽ താല്പര്യമുള്ള പലരും BSc ഫോറൻസിക് സയൻസ് MSc ഫോറൻസിക് സയൻസിന് പോകും. അത് ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സൈബർ ഫോറൻസിക്സും ഫോറൻസിക് സയൻസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഫോറൻസിക് സയൻസിൽ കാര്യമായിട്ട് കെമിസ്ട്രിയും ബയോളജിയാണ്. കെമിസ്ട്രിയും ബയോളജിയും താല്പര്യമുള്ള ആളുകൾക്കാണ് ഫോറൻസിക് സയൻസ് പഠിക്കാൻ ഏറ്റവും നല്ലത്. എന്നാൽ സൈബർ ഫോറൻസിക്സ് പഠിക്കാൻ നല്ലത് കമ്പ്യൂട്ടർ സയൻസ് താല്പര്യമുള്ള ആളുകളാണ്. കമ്പ്യൂട്ടർ സയൻസ് താല്പര്യം മാത്രമല്ല, എല്ലാ കമ്പ്യൂട്ടർ സയൻസുകാർക്കും പറ്റിയതല്ല ഈ സൈബർ സെക്യൂരിറ്റിയും സൈബർ ഫോറൻസിക്സും. ഈ ക്രൈമായിട്ട് തിങ്ക് ചെയ്യാനും ക്രൈം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാനും സെക്യൂരിറ്റി റിലേറ്റഡ് അങ്ങനെ അത്ര ചിന്ത, ക്രൈം ആ ഒരു ചിന്ത, അതെങ്ങനെ തടയാം, എങ്ങനെയൊക്കെ തെളിയിക്കാം, ആ ചിന്ത ഉള്ളവർക്ക് ഈ 2 ഏരിയയിൽ പൊന്തി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വന്നാൽ മതി ഈ ഫീൽഡിൽ. അവിടെ പണ്ട് ഒരു കാലത്ത് ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ വന്ന കാലത്ത് മിക്കവാറും ഏത് ടീമിൽ, ഇപ്പോൾ ലോകത്തിൽ ഏത് കോൺഫറൻസിൽ പോയാലും, ടോപ്പിൽ ഒരുപാട് കോൺഫറൻസിൽ പോയിട്ടുള്ള സ്പീക്കറായിട്ട് പോയിട്ടുള്ള അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 50 ആൾക്കാരെ ആ ഫീൽഡിൽ എക്സ്പേർട്സ് ഉണ്ടാവുള്ളൂ. അതിലൊരു 2-3 സ്ത്രീകൾ, ഒരു 2-3 സ്ത്രീകൾ. ആദ്യകാലത്ത് ഞാൻ പറയണത് പരമാവധി 2-3 സ്ത്രീകൾ, ബാക്കി ഒരു 50 എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ 47 ആണുങ്ങളായിരിക്കും. ആ കാലമൊക്കെ പോയി കുറച്ച് ഒരു 2010-12 ഒക്കെ ആയപ്പോഴേക്കും ഒരു 50 പേരുണ്ടെങ്കിൽ അതിലൊരു 20 പേര് സ്ത്രീകളായി. പോയി ഇപ്പൊക്കെ ഡെഫിനറ്റ് ആയിട്ട് 50 പേരുണ്ടെങ്കിൽ അതിലൊരു 20-25 സ്ത്രീകൾ ഡെഫിനറ്റ് ആണ്. 50%-ഉം പല സ്ഥലത്തും 50% സ്ത്രീകളായി. അപ്പം ഒരു തെറ്റുമില്ല സ്ത്രീകൾക്ക് ഈ ഫീൽഡിൽ വരണേൽ, ഒരു തെറ്റുമില്ല.
ധൈര്യമായിട്ട് പോരാം. വളരെ സെക്യൂർഡ് ഏരിയ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രൈം കണ്ടാൽ മുട്ട് വിറക്കരുത്. നാസ്റ്റി ക്രൈംസ് ആയിരിക്കും കാണുക. അത് കണ്ടാൽ മുട്ട് വിറക്കരുത്, ഒരു കാരണവശാലും മുട്ട് വിറക്കരുത്. അവിടെ ആ ക്രൈം തെളിയിച്ചേ അടങ്ങൂ എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് മാത്രം. നമ്മളുടെ സൈബർ നോളജ് വെച്ച്, നമ്മളുടെ മാത്തമാറ്റിക്സിലുള്ള, നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസിലുള്ളത്, നമ്മുടെ ഇലക്ട്രോണിക്സിലുള്ള അസാമാന്യ സ്കില്ല് യൂസ് ചെയ്തിട്ട് ആ ക്രൈം തെളിയിച്ചേ അടങ്ങൂ എന്ന ഒരൊറ്റ, ആ നമ്മൾ തെളിയിക്കൊന്നും വേണ്ട, നമ്മൾ തെളിവ് എടുത്തിട്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കൊടുക്കുക വേണ്ടു. പോലീസ് ഓഫീസേഴ്സ് തെളിയിച്ചോളൂ ഇത്. പക്ഷെ തെളിവ് വേണ്ടേ? തെളിയിക്കണമെങ്കിൽ തെളിവ് വേണ്ടേ? ആ തെളിവ് എടുത്ത് കൊടുക്കുക വേണ്ടു. ഓക്കെ, നമ്മൾ ഈ ഒരു വിഷയം വിശാലമാണ്, നമുക്കറിയാം. നമുക്ക് ടൈം ബന്ധിതമായിട്ട് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂടെയുള്ള പ്രകാശ് മാഷ് ഇന്നത്തെ നമ്മുടെ സൈബർ വേൾഡ് എന്ന് പറയുന്ന ഈ സെമിനാറിനെ സമ്മപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്ലീസ് സാർ. അപ്പോൾ നമ്മുടെ വളരെ വിശാലമായ ഒരു ഏരിയയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. സൈബർ ഫോറൻസിക് ഉൾപ്പെടെ ഉള്ള വിഷയം. ധാരാളം തൊഴിലവസരങ്ങളെക്കുറിച്ചും ഇവിടെ പറഞ്ഞു. എനിക്ക് ചില പരിമിതികളുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും പറയാത്തത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ തന്നെ ഒട്ടേറെ സാധ്യതകൾ ഈ റീസെൻ്റ്ലി ദിവസങ്ങളിൽ തന്നെ നടന്ന ധാരാളം സംഗതികളിൽ നോട്ടിഫിക്കേഷനൊക്കെ ശ്രദ്ധിക്കുക. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതൊക്കെ എഴുതുക. പിന്നെ നിങ്ങളോട് എല്ലാവരോടും പൊതുവായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇത്രയും നേരം ഈ സൈബർ ലോകത്തെക്കുറിച്ചും അതിൻ്റെ ക്രൈമിനെക്കുറിച്ചും അതിൻ്റെ മറ്റ് സൈബർ സെൽഫിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതിൻ്റെ ഒക്കെ ഔട്ട്കം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാം ഉള്ളിൽ ഇതെല്ലാം വലിയ പുലിവാലായി, ഈ ലോകത്ത് ജീവിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്, ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്നുള്ള മട്ടിലേക്കുള്ള ചിന്ത, തോട്ടിലേക്ക്, നെഗറ്റീവ് തോട്ടിലേക്ക് ഒരു കാരണവശാലും പോകരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നേ വരെ ജീവിച്ചതിൽ ഏറ്റവും മെച്ചപ്പെട്ട തലമുറകളാണ് നിങ്ങൾ എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു സംശയിക്കേണ്ട കാര്യമില്ല. എല്ലാ അർത്ഥത്തിലും മുൻ തലമുറയേക്കാൾ മെച്ചപ്പെട്ടവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഇടപെടുന്ന ലോകത്തിൻ്റെ ഒരു സാധ്യതയും പരിമിതിയും രണ്ടുമാണ് ഇവിടെ പറഞ്ഞത്. ആ സാധ്യത എപ്പോഴും ഇതാക്കി മാറ്റുക. ധാരാളം സോഷ്യൽ മീഡിയയിലും മറ്റ് സംഗതികളിലും നിരന്തരമായി ഇടപെടുന്ന മനുഷ്യരായിട്ട് തന്നെ ജീവിക്കുക. പക്ഷേ അപ്പോഴും ഈ പറയുന്നൊരു അതിൻ്റെ മറ്റു തരം ചതിക്കുളികളെക്കുറിച്ച് അങ്ങേയറ്റം അവെയർ ആവുക. ആ അർത്ഥത്തിൽ ഒരു വരും കാലത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 കൊല്ലം മുന്നേ വരെ ഉണ്ടായ ഒരു മാറ്റവും 10 കൊല്ലത്തിന് ശേഷം ഉണ്ടായി ഇങ്ങോട്ടുള്ള മാറ്റവും എടുത്താൽ അതിവേഗമാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ആ വേഗതക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മിടുക്ക്. ലോകമാണിപ്പോൾ നമ്മുടെ മാർക്കറ്റ്. കേവലം ഏതെങ്കിലും ഒരു സ്ഥലമല്ല, പ്രത്യേക ഒരു സ്ഥലരാശിയല്ല, മറിച്ച് വേൾഡ് തന്നെയാണ്. ആ വലിയ ലോകത്തേക്ക് ഏറ്റവും അനായാസകരമായി പ്രവേശിക്കാൻ നിങ്ങളുടെ ഈ ടെക്നോളജി വലിയ അളവിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ പോസിറ്റീവായ തിങ്കിങ്ങോടുകൂടി മാത്രമേ ഇവിടുന്ന് പോകാവൂ. അങ്ങേയറ്റം എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ വലിയ ലോകത്തെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി വലിയ സാധ്യതയാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തന്നെ ഉള്ളിലെ നമ്മളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നും നാം ഒരു വേറൊരു മനുഷ്യരായി രൂപം മാറി മറ്റൊന്നായി ഒരു മിഷ്യന് സമാനമായി മാറുന്നുണ്ടോ എന്നുള്ള നിരന്തരം ഓഡിറ്റിംഗ് നടത്തുകയും ചെയ്യാനുള്ള മനസ്സാണ് നമുക്കെല്ലാം ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിൽ ഈ സെഷനെ ആ മട്ടിലാണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇത്ര നേരവും ദിശയിലെ ഇന്നത്തെ പ്രധാന വിഷയം തന്നെ സൈബർ വേൾഡ്, സൈബർ യുഗത്തെ ഡിസ്റ്റിങ്വിഷ് ചെയ്തുകൊണ്ട് കരിയറും അതോടൊപ്പം നമ്മൾ സൈബർ യുഗത്തിൽ നാം പുലർത്തേണ്ട ചില മര്യാദകളൊക്കെ നമ്മളോട് സംവദിച്ച നമ്മുടെ വിനോദ് സാറും ഒപ്പം പ്രകാശ് മാഷും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറോട് ചോദിക്കാമെന്ന് പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഡൗട്ടിനുള്ളൊരു അവസരം കൂടെ ഇപ്പോൾ തരുന്നു. പിന്നീട് സാറെ നിങ്ങൾക്ക് ഒരുപാട് ടോക്ക് സീരീസിലൊക്കെ കാണാം. ഞാൻ ഇന്ന് രാവിലെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. കെറ്റക്സ് എന്ന് പറയുന്ന ഒരു സീരീസിലെ ടോക്ക് സാറ് ചെയ്യുന്നത്. അത്തരം മീഡിയകളിലൂടെയൊക്കെ നിങ്ങൾക്ക് സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. എനിവേ, 1 ക്വസ്റ്റ്യനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ തരുന്നു. പ്ലീസ്. ഓക്കെ, ഇവിടെ മുന്നിൽ ഇവിടെ സാർ, ഫ്രണ്ട്. ചെറിയ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാറായി. സാറേ, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ
നമ്മുടെ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ജിമെയിൽ, അങ്ങനത്തെ എല്ലാ സിസ്റ്റംസിലും ആദ്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ലോഗ് ഔട്ട് ചെയ്യുക. ഇപ്പം നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് മൊബൈൽ, ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാവും നിങ്ങളുടെ ആൻഡ്രോയിഡ് കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവുക. അത് എളുപ്പം മനസ്സിലാക്കാൻ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തിട്ട് അതിൽ മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. മൊബൈൽ എടുത്തിട്ട് ആ ഗൂഗിളിൻ്റെയൊക്കെ അടുത്ത്, യൂട്യൂബൊക്കെ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് മെയിൽ എന്നൊരു ഓപ്ഷൻ കാണും. ആ മെയിലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ജിമെയിലിലേക്ക് അങ്ങോട്ട് പോകും. അല്ലേ, പോയോ? നേരെ ജിമെയിലിലേക്ക് പോയോ? പോവില്ലേ? അത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ജിമെയിൽ അല്ലേ? അതായത് സ്ഥിരമായിട്ട് തുറന്ന് കിടക്കുകയല്ലേ? സ്ഥിരമായിട്ട് തുറന്ന് കിടക്കുകയല്ലേ? നിങ്ങളുടെ വീടിന് വാതിലുണ്ടല്ലോ അല്ലേ? സ്ഥിരമായിട്ട് തുറന്ന് കിടക്കുമോ അത്? അപ്പം നിങ്ങളുടെ വീടിൻ്റെ വാതിൽ എപ്പോൾ കുറ്റിയിടണം, എപ്പോൾ കുറ്റിയിടണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഒരു സാധനമാണ് ജിമെയിൽ. അത് ലോഗ് ഔട്ട് ചെയ്യണ പ്രശ്നേ ഇല്ല നിങ്ങൾ. അതൊരിക്കലും ശരിയല്ല. എന്താ അറിയോ, ജിമെയിൽ വഴിക്ക് ജിമെയിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കിടക്കുമ്പോൾ ലോകം മുഴുവൻ തുറന്ന് കിടക്കുന്ന സൈബർ സ്പേസിൽ നിന്ന് ഒരു തുറന്ന വാതിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഇമെയിൽ അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാണ്. രണ്ടും ഒന്ന് തന്നെ. അപ്പം ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട് ഡോർ, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പോന്ന് ഇവിടെ വന്നിരിക്കുകയാണ്, വീടിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ പൂട്ടി നല്ല വൃത്തിയായിട്ട് താക്കോലൊക്കെ എടുത്ത് ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടാവും, പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ? ബാക്ക് ഡോർ തുറന്നാ കിടക്കണമെങ്കിലോ? അതുതന്നെയാണ് ഇപ്പോൾ ഇത്. മൊബൈലൊക്കെ വൃത്തിയായിട്ട് പാറ്റേൺ വെച്ചിട്ടൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും, സ്ക്രീനൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നിങ്ങളുടെ മൊബൈൽ എടുത്താൽ അത് എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ പാറ്റേൺ ചോദിക്കും ഇല്ലേ? പാറ്റേൺ ചോദിക്കില്ലേ? അപ്പുറത്ത് ജിമെയിൽ ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കിടക്കുകയാണ്, ലോഗ് ഔട്ട് ചെയ്യാതെ കിടക്കുകയാണ്. അപ്പം അതൊരു ബാക്ക് കൂടി ഒരു എൻട്രി അല്ലേ, തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇമെയിലും ഇതൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിനും ആപ്ലിക്കബിളാണ്, ഇതൊക്കെ തന്നെ ഫേസ്ബുക്കിന് ആപ്ലിക്കബിളാണ്. ഇതൊന്നും ലോഗ് ഔട്ട് ചെയ്യാതെ ഇടരുത്, ലോഗിൻ ചെയ്ത് അങ്ങനെ തന്നെ ഇടരുത്. ഇമെയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ഒരിക്കലും മൊബൈൽ കോൺഫിഗർ ചെയ്യാൻ യൂസ് ചെയ്യരുത്. അതിന് വേറൊരു ജിമെയിൽ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. അതിന് മാത്രം അത് വെച്ചിട്ട് ഈ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജിമെയിൽ അല്ലെങ്കിൽ യാഹൂ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇമെയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക, യൂസ് ചെയ്യുക. 10 മിനിറ്റോ 15 മിനിറ്റോ മെയിൽ അയക്കാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചിട്ട് മെയിൽ അയക്കാണ്ടെങ്കിൽ ഒക്കെ ചെയ്തോളൂ. കഴിഞ്ഞാൽ ഉടൻ ലോഗ് ഔട്ട് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ലോഗ് ഔട്ട് ചെയ്യുക, പോരാ. സൈൻ ഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പോരാ. നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്, സെക്യൂരിറ്റി എക്സ്പേർട്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സെക്യൂരിറ്റി സുഹൃത്ത് ലോഗ് ഔട്ട് എന്നുള്ള ആ ബട്ടനാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങി, ഫേസ്ബുക്കിൽ നിന്ന് പുറത്തിറങ്ങി, ജിമെയിലിൽ നിന്ന് പുറത്തിറങ്ങി, യാഹൂവിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്യുന്നവർ സെക്യൂരിറ്റി അവന് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല. ഇത് എന്താ പറയണ്ടേ? അവരെ ഞാൻ എന്താ പറയണ്ടേ? എല്ലാ സൗകര്യം ഉണ്ടായിട്ട് ഒരു സെക്യൂരിറ്റി സൗകര്യം യൂസ് ചെയ്യാതെ നടക്കുന്ന ആളുകളോടാണ് ഉപമിക്കേണ്ടത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു നല്ല ഉദാഹരണമാണോ എന്ന് അറിയില്ല, എങ്കിലും ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അത് നിങ്ങൾക്കത് കുറച്ചൊരു വൾഗറായിട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. ബാത്റൂമിൽ കയറിയിട്ട് കുറ്റി എന്തിനാണ്? ബാത്റൂമിന് എന്തിനാണ് വാതിൽ, എന്തിനാണ് കുറ്റി? ബാത്റൂമിൽ നമ്മൾ കയറി വാതിലടച്ച് കുറ്റി ഇടുന്നത് എന്തിനാ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതാണ് നിങ്ങളുടെ ഈ ലോഗ് ഔട്ട്.
ആ കുറ്റി ശരിക്കും യൂസ് ചെയ്തിട്ടില്ല വിചാരിക്കുക. അത് തുറന്ന് തന്നെ ബാത്റൂമിൽ കയറി വെറുതെ വാതിലടച്ചു, കുറ്റി ഇട്ടില്ല, എല്ലാം അഴിച്ചിട്ടിട്ട് കുളിച്ചു. ആരെങ്കിലും വന്നു വാതിൽ തുറന്നു എൻ്റെ എല്ലാം കണ്ടു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്ത് കാര്യം? ആ കുറ്റി ഇടാത്തതുകൊണ്ടല്ലേ അത്. അതുപോലെയാണ് ലോഗ് ഔട്ട് ചെയ്യാതെ കിടന്നിട്ട് ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അതൊക്കെ ആൾക്കാർ ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ എല്ലാം പോയി, എൻ്റെ അടുത്തുനിന്ന് ജിമെയിൽ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്ത് കാര്യം? ഒരിക്കലും ചെയ്യരുത്. ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസ് നടക്കുന്ന, അല്ലെങ്കിൽ ഹാക്കിംഗ് സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ഹാക്ക് ചെയ്ത് പോണ കേസ് കേട്ടിട്ടുണ്ടല്ലോ. ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് പോയി, ജിമെയിൽ ഹാക്ക് ചെയ്ത് പോയി, എല്ലാം തന്നെ ലോഗ് ഔട്ട് ചെയ്യാതെ കിടന്ന ഇതാണ്, അക്കൗണ്ടാണ്. ലോഗ് ഔട്ട് ചെയ്ത അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റൂല. താങ്ക് യു വെരി മച്ച്.